ഇൻ്റലിജൻസ് മെഷർ ചെയ്യാനായിട്ട് ഏറ്റവും വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് റേവൻസ് പ്രോഗ്രസീവ് മെട്രിസസ്, ഓൾസോ നോൺ ആസ് എ റേവൻസ് ടെസ്റ്റ്. ഒരു റേവൻസ് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ സ്കിൽ അറിയേണ്ടതോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഭാഷ നിങ്ങൾ പഠിക്കേണ്ടതോ ഒന്നും ആവശ്യമില്ല. കാരണം റേവൻസ് ടെസ്റ്റ് അളക്കുന്നത് നിങ്ങളുടെ ലോജിക്കും റീസണിങ്ങും ആണ്. റേവൻസ് ടെസ്റ്റ് അളക്കുന്നത് നിങ്ങളുടെ IQ ആണ്. IQ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇൻ്റലിജൻസ് ക്വോഷ്യൻറ്റ്. ഒരു കൺവെൻഷണൽ സെൻസിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി മെഷർ ചെയ്യുന്നത് നിങ്ങളുടെ IQ അനുസരിച്ചാണ്. റേവൻസ് ടെസ്റ്റിൽ 48 ചോദ്യങ്ങളുണ്ട്. ആൻഡ് ഓരോ ചോദ്യം കഴിയും തോറും ഈ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിഫിക്കൽട്ടാവും. ഇത് പ്രോഗ്രസീവ്ലി കൂടുതൽ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിനെ റേവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് എന്ന് വിളിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് റേവൻസിൽ വരുന്ന ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് തരാം. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയോ? ഐ എം ഹോപ്പിംഗ് യു ഡിഡ്, ബിക്കോസ് ഇറ്റ്സ് പ്രിറ്റി ഈസി. ദ ആൻസർ C. നമ്മളിൽ ഒട്ടുമിക്ക പേർക്കും ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. നോ, ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കേണ്ട. കാരണം ഇത് റേവൻസിൽ വളരെ ആദ്യം വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ്. ഇറ്റ്സ് ഫെയർലി ഈസി. നൗ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഈ ക്വസ്റ്റ്യൻ റേവൻ്റെ അവസാനം വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ്. നിങ്ങൾക്കൊരു 1 മിനിറ്റ് എടുത്ത് വീഡിയോ പോസ് ചെയ്ത് ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്കിത് സോൾവ് ചെയ്യാൻ കഴിഞ്ഞോ? ഐ എം ഗെസ്സിങ് നോട്ട്. ഒട്ടുമിക്ക പേർക്കും ഇത് സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു മൈനോറിറ്റിക്ക് മേ ബി സാധിച്ചു കാണും, പക്ഷെ ഒട്ടുമിക്ക പേർക്കും ഇത് സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഐ ഡെഫിനറ്റ്ലി കുഡ് നോട്ട്. ദ കറക്റ്റ് ആൻസർ ഇസ് A. പക്ഷെ വൈ? എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കരിയറിനെ പറ്റിയുള്ളൊരു വീഡിയോയിൽ റേവൻസ് പ്രോഗ്രസീവ് ടെസ്റ്റിലെ 2 ക്വസ്റ്റ്യൻസ് തന്നത്? ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള കഴിവും നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ എത്ര സക്സസ്ഫുൾ ആവുമെന്നതും തമ്മിൽ എന്താണ് കണക്ഷൻ? ഒരാൾക്ക് അയാളുടെ കരിയറിൽ സക്സസ്ഫുൾ ആവാൻ എന്തൊക്കെയാണ് ആവശ്യം? ഭാഗ്യം ആവശ്യമാണോ? ബുദ്ധി ആവശ്യമാണോ? ക്രിയേറ്റിവിറ്റി ആവശ്യമാണോ? പാഷൻ ആവശ്യമാണോ? കരിസ്മ ആവശ്യമാണോ? എന്തൊക്കെയാണ് ആവശ്യം? എന്തൊക്കെയാണ് ഒരു സക്സസ്ഫുൾ കരിയറിൽ മാറ്റർ ചെയ്യുന്നത്? ഇനി വരാൻ പോകുന്ന 40 മിനിറ്റിൽ നമ്മൾ 7 ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഇതിൽ ഓരോ ഫാക്ടറും നമ്മുടെ കരിയറിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ ആവശ്യമാണോ അല്ലയോ എന്നും നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. ദ 7 ഫാക്ടേഴ്സ് ആർ ദിസ്: ലക്ക്, ഇൻ്റലിജൻസ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ക്രിയേറ്റിവിറ്റി, കരിസ്മ, പാഷൻ ആൻഡ് ഹാർഡ് വർക്ക്. ഇതിൽ ഓരോ ഫാക്ടറിനെയും നമ്മൾ അനലൈസ് ചെയ്യും. ആൻഡ് നമ്മൾ മനസ്സിലാക്കും ഈ ഫാക്ടർ നമ്മുടെ കരിയറിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ എത്ര ആവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യമല്ലേ എന്ന്. ലെറ്റ് us ബിഗിൻ വിത്ത് ലക്ക്. നമുക്ക് നമ്മുടെ കരിയറിൽ മുന്നേറി വലിയ ആളാവാൻ ഭാഗ്യം ആവശ്യമാണോ? നമ്മുടെ കരിയർ സക്സസിൽ ഭാഗ്യം എത്ര പങ്ക് വഹിക്കുന്നുണ്ട്? ലെറ്റ് us ബിഗിൻ വിത്ത് ലക്ക്. കനേഡിയൻ ഹോക്കി ഒരു മെറിറ്റോക്രസിയാണ്. അതായത് അവിടെ ഗ്രൂപ്പിസം, ഫേവറിറ്റിസം, നെപ്പോട്ടിസം ഇതൊന്നും നടക്കില്ല. കഴിവുള്ളവൻ ടീമിൽ കയറും, അത്രേ ഉള്ളൂ. കാരണം കനേഡിയൻസ് ഹോക്കിയെ അത്ര സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ ഹോക്കി പ്രാക്ടീസിന് വിടും. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് എല്ലാ പിള്ളേരും ഹോക്കി പ്രാക്ടീസ് ചെയ്യും. ആൻഡ് എല്ലാ പ്രായക്കാർക്കും ഓരോ ലീഗുണ്ട്. 7 വയസ്സുകാരുടെ ലീഗ്, 8 വയസ്സുകാരുടെ ലീഗ്, 9 വയസ്സുകാരുടെ ലീഗ്. ആൻഡ് ഇങ്ങനെ സെലക്ട് ചെയ്ത് 15 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടികൾ വളരെ ഹൈ ലെവലിൽ കളിക്കാൻ തുടങ്ങും, സ്റ്റേറ്റ് ലെവലിൽ കളിക്കാൻ തുടങ്ങും. ഈ സ്റ്റേറ്റ് ലെവൽ ലീഗിനെ അവർ മേജർ ജൂനിയർ A എന്നാണ് വിളിക്കുന്നത്. മേജർ ജൂനിയർ Aയിൽ കയറണമെങ്കിൽ അവിടെ കഴിവിന് മാത്രമേ സ്ഥാനമുള്ളൂ. നിങ്ങളുടെ അച്ഛൻ ആരായാലും നിങ്ങളുടെ അമ്മ ആരായാലും ഇനിയിപ്പോൾ പ്രധാനമന്ത്രി വിളിച്ച് പറഞ്ഞാൽ പോലും മേജർ ജൂനിയർ Aയിൽ ഒരു സെലക്ഷൻ കിട്ടില്ല. മേജർ ജൂനിയർ Aയിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കണം, ടാലൻ്റ് ഉണ്ടായിരിക്കണം. ബിക്കോസ് ഇൻ കനേഡിയൻ ഹോക്കി ദ only thing that matters is talent. Or is it? ഞാൻ നിങ്ങൾക്ക് കനേഡിയൻ ഹോക്കി ടീമായ മെഡിസിൻ ഹാറ്റ് ടൈഗേഴ്സിൻ്റെ റോസ്റ്റർ കാണിച്ചു തരാം, അവരുടെ ടീം മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് കാണിച്ചു തരാം. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നിങ്ങളത് നോക്കിയിട്ട് പറയണം.
എന്താണ് ഇതിലെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം വർഷങ്ങളോളം ആർക്കും ഇത് മനസ്സിലായിരുന്നില്ല. 1985 കനേഡിയൻ സൈക്കോളജിസ്റ്റായ റോജർ ബാൺസ്ലിയാണ് ഇത് ഫസ്റ്റ് ശ്രദ്ധിച്ചത്. പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ടീമിലെ മെജോറിറ്റി പ്ലെയേഴ്സും ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലാണ് ജനിച്ചത്. ആൻഡ് ഇത് ഈ ടീമിൽ മാത്രമല്ല, ത്രൂ ഔട്ട് കനേഡിയൻ ഹോക്കി ഹിസ്റ്ററി മെജോറിറ്റി പ്ലെയേഴ്സും ഒന്നെങ്കിൽ ജാനുവരിയിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ മാർച്ചിലാണ് ജനിച്ചത്. ഒരു ബേസിക് അനാലിസിസിലൂടെ സയൻറ്റിസ്റ്റ് മനസ്സിലാക്കാൻ സാധിച്ചു, ഏതൊരു കനേഡിയൻ പ്രൊഫഷണൽ ഹോക്കി ടീം എടുത്താലും അതിൽ 40% പ്ലെയേഴ്സും ജാനുവരി ഫെബ്രുവരി മാർച്ചിലായിരിക്കും ജനിച്ചത്. 30% പ്ലെയേഴ്സും ഏപ്രിൽ മെയ് ജൂണിലായിരിക്കും ജനിച്ചത്. 20% പ്ലെയേഴ്സേ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ജനിച്ചിട്ടുള്ളൂ. ആൻഡ് വെറും 10% പ്ലെയേഴ്സേ ഒക്ടോബർ നവംബർ ഡിസംബറിൽ ജനിച്ചിട്ടുള്ളൂ. നൗ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതുവല്ലോ ജ്യോതിഷം വല്ലതാണോ? നക്ഷത്രങ്ങൾ ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ജനിച്ചവൻ വലിയ ഹോക്കി പ്ലെയറോ? നോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കനേഡിയൻ ഹോക്കി അവർ വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 വയസ്സിലെ കുഞ്ഞുങ്ങളുടെ ലീഗുണ്ട്, 9 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ലീഗുണ്ട്, 10 വയസ്സുകാരുടെ ലീഗുണ്ട്. ദ തിങ് ഇസ്, 10 വയസ്സിലാണ് ഇവരുടെ ഒരു വലിയ ലീഗ് നടക്കുന്നത്, ഒരു വലിയ ടൂർണമെൻറ്റ് നടക്കുന്നത്. ആൻഡ് അതിൽ ടോപ്പ് പെർഫോമിംഗ് സ്റ്റുഡൻസിനെയാണ് പിന്നീട് കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് അവരൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തിക്കുന്നത്. ദ തിങ് ഇസ്, 10 വയസ്സുകാരുടെ ലീഗ് ഇങ്ങനെ നടത്തുമ്പം ജാനുവരി 2 ജനിച്ചൊരു 10 വയസ്സുകാരനും ഡിസംബർ 30 ജനിച്ചൊരു 10 വയസ്സുകാരനും തമ്മിൽ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. നൗ ദ പ്രോബ്ലം ഇസ്, ജാനുവരി 2 ജനിച്ചൊരു 10 വയസ്സുകാരനും ഡിസംബർ 30 ജനിച്ചൊരു 10 വയസ്സുകാരനും തമ്മിൽ ഏകദേശം ഒരു 360 ദിവസത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അഡൾട്ട്സ് തമ്മിൽ 360 ദിവസത്തിൻ്റെ ഡിഫറൻസ് ഒരു വലിയ വ്യത്യാസം അല്ലെങ്കിലും കുട്ടികൾ തമ്മിൽ അതൊരു വലിയ വ്യത്യാസമാണ്. 360 ദിവസത്തിൽ കുഞ്ഞുങ്ങൾ ഭയങ്കരമായി ഫിസിക്കലി മെൻ്റലിയും വളരും. അതുകൊണ്ട് തന്നെ ജാനുവരി 2 ജനിച്ചൊരു 10 വയസ്സുകാരന് ഡിസംബർ 30 ജനിച്ചൊരു 10 വയസ്സുകാരനേക്കാൾ കൂടുതൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവനൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും ഏർലിയർ മന്ത്സിൽ ജനിച്ച സ്റ്റുഡൻസ് കുറച്ചുകൂടെ ഫിസിക്കലി ബിഗറും സ്ട്രോങ്ങറും ആയതുകൊണ്ട് അതേ വയസ്സിൽ ലേറ്റർ ജനിച്ച പിള്ളേരെക്കാൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. അവർ സെലക്റ്റഡ് ആവും, അവർക്ക് കൂടുതൽ ട്രെയിനിങ് കിട്ടും. ആൻഡ് ഒടുവിൽ അവർ പ്രൊഫഷണൽ ടീംസിൽ കയറും. നൗ ഇത് കനേഡിയൻ ഹോക്കിയിൽ മാത്രമല്ല കേട്ടോ, അക്രോസ് ദ വേൾഡ് ഏതൊരു സ്പോർട്ടിലും വളരെ ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന ഒരു കൾച്ചറാണെങ്കിൽ ഈ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ജാനുവരി ഫെബ്രുവരി മാർച്ചിൽ ജനിച്ച പിള്ളേരായിരിക്കും കൂടുതൽ ബെറ്ററായി പെർഫോം ചെയ്യുന്നത്. എന്തിനാ, നമ്മുടെ സ്കൂളിലെ അത്ലറ്റിക്സ് ടീം എടുത്തു നോക്കിയാൽ പോലും നമുക്ക് ഈ ഡിഫറൻസ് കാണാൻ സാധിക്കും. ആൻഡ് ഇത് സ്പോർട്സിൽ മാത്രമല്ല, സ്റ്റഡീസിലും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ കുഞ്ഞായിരിക്കുമ്പം സയൻസ് ഒളിമ്പിയാഡ്, ഇന്റർനാഷണൽ മാത്സ് ഒളിമ്പിയാഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് നാഷണലും ഇന്റർനാഷണൽ ടെസ്റ്റും വരും. ആൻഡ് ഈ ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്സ് കിട്ടും. വളരെ റീസെൻ്റ്ലി 2 എക്കണോമിസ്റ്റ്, കെല്ലി ബെഡാർഡും എലിസബത്ത് ഡ്രൂയും ഒരു സ്റ്റഡി നടത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഇങ്ങനത്തെ സ്കോളർഷിപ്സിൽ, ഇങ്ങനെ മാത്സ് ഒളിമ്പിയാഡ്, സയൻസ് ഒളിമ്പിയാഡ് പോലത്തുള്ള സ്കോളർഷിപ്സിൽ ജാനുവരി ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ ജനിച്ച സ്റ്റുഡൻസ് പെർഫോം 12% ബെറ്റർ ദാൻ ബാക്കി മാസങ്ങളിൽ ജനിച്ച സ്റ്റുഡൻസ്. സിംപ്ലി ബിക്കോസ് ഓഫ് ദിസ് അൺഫെയർ അഡ്വാൻറ്റേജ്. ജാനുവരി ഫെബ്രുവരി മാർച്ചിൽ ജനിച്ച കുട്ടികൾക്ക് കുറച്ചുകൂടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ടൈം കിട്ടും അതേ പ്രായത്തിലെ മറ്റ് മാസത്തിൽ ജനിച്ച കുട്ടികളെക്കാൾ. അതുകൊണ്ട് ദേ പെർഫോം 12% ബെറ്റർ. നൗ ദ സാഡ് തിങ് ഇസ്, ഈ 12% ആണ് പലപ്പോഴും തീരുമാനിക്കുന്നത് ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടുമോ കിട്ടില്ലയോ എന്ന്. നൗ ഈ എല്ലാ കേസിലും, സ്പോർട്സിലാണെങ്കിലും അത്ലറ്റിക്സിലാണെങ്കിലും സ്കോളർഷിപ്സിലാണെങ്കിലും, എല്ലാവരുടെയും വിചാരം ഇതെല്ലാം പ്യുവർലി ടാലൻറ്റ് ബേസ്ഡ് ആണെന്ന്. ഇതിലെല്ലാം മുന്നേറാൻ കഴിവ് മാത്രമേ മാറ്റർ ചെയ്യുന്നു എന്നാണ്. പക്ഷേ അതങ്ങനെയല്ല. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ, സീമിംഗ്ലി റാൻഡം ആയ ഒരു ഫാക്ടർ, ഏത് മാസം ജനിച്ചു എന്നൊരു ഫാക്ടർ ഇതിലൊരു വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഏത് മാസം ജനിച്ചു എന്നത് മാത്രമല്ല, നിങ്ങൾ എവിടെ ജനിച്ചു, ആരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു, വേർ യു ആർ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. സോ മെനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മാറ്റർ. നിങ്ങളുടെ കരിയറിൽ മുന്നേറാൻ കഴിവ് മാത്രം മതിയെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ മുന്നേറി നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടം, പക്ഷെ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. കരിയറിൽ മുന്നേറുന്നതിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരു വലിയ പങ്ക് വഹിക്കുന്നു. ഭാഗ്യം ഒരു വലിയ പങ്ക് വഹിക്കുന്നു. ലക്ക് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് യുവർ കരിയർ സക്സസ്. ഓക്കെ, സോ ദാറ്റ് വാസ് ഇറ്റ്. ലക്കിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. നിങ്ങളുടെ കരിയർ സക്സസ്സിൽ ലക്ക് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്തത്, നമുക്ക് അടുത്ത ഫാക്ടറിലേക്ക് വരാം, ഇൻ്റലിജൻസ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ബുദ്ധി എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ്റലിജൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്.
ലെറ്റ്സ് ഡിസ്കസ് ഇന്റലിജൻസ്. ഐൻസ്റ്റൈൻ്റെ ഐക്യു എത്രയായിരുന്നു? ഐക്യു എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ഇന്റലിജൻസ് ക്വോഷ്യന്റ്. ഒരു കൺവെൻഷണൽ സെൻസിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ അക്കാഡമിക് അല്ലെങ്കിൽ നിങ്ങളുടെ അനലിറ്റിക്കൽ ബുദ്ധി അളക്കുന്നത് ഐക്യു അനുസരിച്ചാണ്. നിങ്ങളുടെ ഐക്യു 70 താഴെയാണെങ്കിൽ യു ആർ കൺസിഡർഡ് മെന്റലി ഡിസേബിൾഡ്. നിങ്ങളുടെ ഐക്യു 100 ആണെങ്കിൽ നിങ്ങളൊരു ആവറേജ് ബുദ്ധിയുള്ള ഒരാളാണ്. നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു 100 ഐക്യു എങ്കിലും വേണം. നിങ്ങളുടെ ഐക്യു 115 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അബവ് ആവറേജ് ഇന്റലിജൻസ് ഉണ്ട്. ഒരു നല്ല കോളേജിൽ നിന്ന് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 115 ഐക്യു എങ്കിലും വേണം. ഐൻസ്റ്റൈൻ്റെ ഐക്യു എത്രയായിരുന്നു? ഐൻസ്റ്റൈൻ്റെ ഐക്യു 150 ആയിരുന്നു. വെരി ഹൈ അല്ലേ? 150 ഒരു എക്സ്ട്രീംലി ഹൈ ഐക്യു ആണ്. ഐൻസ്റ്റൈൻ വാസ് എ ജീനിയസ്. അമേരിക്കയിൽ ഒരു TV ക്വിസ് ഷോ ഉണ്ട്, 1 vs 100 എന്ന് പറഞ്ഞു. ഈ TV ക്വിസ് ഷോയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരും. അയാൾ 100 പേർക്കെതിരെ മത്സരിക്കും. അതായത് ഒരു ടീമിൽ ഒരു ഒറ്റ സ്പെഷ്യൽ ഗസ്റ്റ്, മറ്റേ ടീമിൽ 100 പേര്. ഈ ഒറ്റയാൾ ഈ 100 പേരുടെ ടീമിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇയാൾ ജയിച്ചു. ഈ 100 പേര് ചേർന്ന് ഈ ഒറ്റയാളെക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവർ ജയിച്ചു. ഈ ഷോയിൻ്റെ 2008 സീസണിലെ 5th എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നു ഈ 100 പേർക്കെതിരെ മത്സരിക്കാൻ. അയാളുടെ പേര് ക്രിസ്റ്റഫർ ലാംഗൻ എന്നായിരുന്നു, AKA ക്രിസ് ലാംഗൻ. ക്രിസ് ലാംഗൻ്റെ ഐക്യു എത്രയാണെന്നറിയാമോ? 195. ഐൻസ്റ്റൈൻ്റെ ഐക്യു 150, ലാംഗൻ്റെ ഐക്യു 195. ലാംഗൻ വാസ് 30% സ്മാർട്ടർ ദാൻ ഐൻസ്റ്റൈൻ. ആൻഡ് യെസ്, ഒരു കൺവെൻഷണൽ സെൻസിൽ ലാംഗൻ ഐൻസ്റ്റൈനേക്കാൾ സ്മാർട്ടർ ആയിരുന്നു. വെറും 6 മാസം പ്രായത്തിൽ ലാംഗൻ സംസാരിച്ചു തുടങ്ങി. 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ലാംഗൻ വായിച്ചു തുടങ്ങി. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ലാംഗൻ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് ചോദ്യം ചെയ്തു തുടങ്ങി. ലാംഗൻ ഒരു എക്സ്പേർട്ട് ഗിറ്റാർ പ്ലെയർ ആയിരുന്നു, സാറ്റിൽ പെർഫെക്റ്റ് സ്കോർ ആയിരുന്നു. ആൻഡ് എക്സാംസിന് ചുമ്മാ ബുക്ക് ഒരു 5 മിനിറ്റ് വായിച്ചിട്ട് പോയി ഫുൾ മാർക്ക് വാങ്ങിച്ച് ക്ലാസ് ടോപ്പർ ആവുമായിരുന്നു. ലാംഗൻ വാസ് എ ജീനിയസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇന്റലിജന്റ് മെൻ ടു ഹാവ് എവർ എക്സിസ്റ്റഡ് ഓൺ ദിസ് പ്ലാനറ്റ്. ഇത്രയും ഇന്റലിജന്റ് ആയ ക്രിസ് ലാംഗൻ അയാളുടെ കരിയറിൽ എത്ര സക്സസ്ഫുൾ ആയിരുന്നു? ഐൻസ്റ്റൈൻ്റെ പേര് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിസിസിസ്റ്റ് ഓഫ് ഓൾ ടൈം. പക്ഷെ ലാംഗൻ്റെ പേര് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യണം. 1921 ലൂയിസ് ടെർമൻ എന്നൊരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി സൈക്കോളജി പ്രൊഫസർ ഒരു ലാർജ് സ്കെയിൽ എക്സ്പെരിമെൻ്റ് നടത്തി. 25,000 ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ അദ്ദേഹം സ്റ്റഡി ചെയ്ത് അതിലെ ടോപ്പ് 1470 സ്റ്റുഡൻസിനെ അദ്ദേഹം പിക്ക് ചെയ്തു. ഈ 1470 സ്റ്റുഡൻസിനായിരുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും ഐക്യു, അതായത് ഒരു കൺവെൻഷണൽ സെൻസിൽ ഏറ്റവും ബുദ്ധി. ടെർമൻ എന്നാണല്ലോ ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം സെലക്ട് ചെയ്ത് 1470 സ്റ്റുഡൻസിനെ ഇദ്ദേഹം ടെർമൈറ്റ്സ് എന്ന് വിളിച്ചു. ടെർമൈറ്റ്സിലെ എല്ലാവരുടെയും ഐക്യു 140+ ആയിരുന്നു. ഈ ടെർമൈറ്റ്സ് വളർന്നു വലുതായപ്പം മറ്റ് റെഗുലർ സ്റ്റുഡൻസിനേക്കാൾ അവരുടെ കരിയറിൽ കൂടുതൽ സക്സസ്ഫുൾ ആയ. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഒന്ന്, ക്രിസ് ലാംഗൻ, ഐൻസ്റ്റൈനേക്കാൾ 30% ഹയർ ഐക്യു ഉണ്ടായിരുന്ന ക്രിസ് ലാംഗൻ ഐൻസ്റ്റൈനേക്കാൾ സക്സസ്ഫുൾ ആയിരുന്നു. 2, ഹയസ്റ്റ് ഐക്യു ഉള്ള 1470 സ്റ്റുഡൻസ് ടെർമൈറ്റ്സ് ബാക്കിയുള്ള നോർമൽ സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആയിരുന്നു. 2നും ഒരൊറ്റ ആൻസറാണ്, നോ. ക്രിസ് ലാംഗൻ കുറേ നാൾ ഒരു കൺസ്ട്രക്ഷൻ വർക്കറായിരുന്നു, പിന്നെ കുറേ നാൾ ഒരു ഫാക്ടറി വർക്കറായിരുന്നു, പിന്നെ ഒരു നൈറ്റ് ക്ലബ് ബൗൺസറായിരുന്നു. ആൻഡ് ഐൻസ്റ്റൈനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ടേൺഡ് ഔട്ട് ടു ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിസിസിസ്റ്റ് ഓഫ് ഓൾ ടൈം. സിമിലർലി ടെർമൈറ്റ്സിനെ നമുക്ക് എടുത്തു നോക്കിയാൽ നോർമൽ സ്റ്റുഡൻസിൽ നിന്ന് ഒരു വളരെ ചെറിയ വ്യത്യാസമേ കാണാൻ പറ്റൂ. ടെർമൈറ്റ്സ് നോർമൽ സ്റ്റുഡൻസിനേക്കാൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു, ട്രൂ ആണ്. പക്ഷെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തോളൂ. ടെർമൈറ്റ്സിലും കുറേ പേര് ജോലിയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ നടക്കായിരുന്നു, കുറേ പേര് ചെറിയ ചെറിയ ജോലികളായിരുന്നു ചെയ്യുന്നത്, ആൻഡ് കുറച്ച് പേര് സക്സസ്ഫുൾ ആയി. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ടെർമൈറ്റ്സിലെ ഒരാൾക്ക് പോലും ഒരു നോബൽ പ്രൈസ് ലഭിച്ചില്ല. ഹൗഎവർ ടെർമൻ റിജക്ട് ചെയ്ത നോർമൽ സ്റ്റുഡൻസിൽ 2 പേര് നോബൽ പ്രൈസ് വിന്നേഴ്സ് ആവുകയും ചെയ്തു. Now, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? This happens because after a particular point, IQ does not matter. മൾട്ടിപ്പിൾ സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട് IQ മാറ്റർ ചെയ്യുന്നത് അത് 120 പോയിന്റ്സ് ആവുന്നത് വരെ ഉള്ളൂ എന്ന്. 120 IQ പോയിന്റ്സിന് മുകളിൽ IQവും കരിയർ സക്സസും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അതായത് ഒരു 125 IQ ഉള്ള ആളെക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആവണമെന്നില്ല ഒരു 150 IQ ഉള്ള ആൾ, ഒരു 140 IQ ഉള്ള ആളെക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആവണമെന്നില്ല ഒരു 200 IQ ഉള്ള ആൾ, ഒരു 122 IQ ഉള്ള ആളെക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആവണമെന്നില്ല ഒരു 150 IQ ഉള്ള ആൾ.
120 മുകളിൽ IQ ഡസ് നോട്ട് മാറ്റർ എ ലോട്ട്, വിച്ച് ഇസ് വൈ ഒരുപാട് നോബൽ പ്രൈസ് വിന്നേഴ്സ് 120 IQ 130 IQ ഒക്കെ ഉള്ളവരാണ്, അല്ലാണ്ട് 200 210 IQ ഉള്ളവരൊന്നും അല്ല. അതുപോലെ തന്നെ ഒരുപാട് നോബൽ പ്രൈസ് വിന്നേഴ്സ് പലപ്പോഴും വരുന്നത് ആവറേജ് കോളേജസിൽ നിന്നാണ്, മീഡിയം കോളേജസിൽ നിന്നാണ്, അല്ലാതെ ടോപ്പ് കോളേജസിൽ നിന്നൊന്നും അല്ല. സോ മൈ പോയിന്റ് ഇസ് 120 IQ മതി. അതിൻ്റെ മുകളിൽ എത്ര IQ ഉണ്ടായിട്ടും അതൊരു കരിയർ സക്സസ്സിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നില്ല. 120 ഒരു ചെറിയ IQ ഒന്നുമല്ല, 120 ഒരു അബോവ് ആവറേജ് ഇൻ്റലിജൻസ് ആണ്. പക്ഷേ അബോവ് ആവറേജ് ഇൻ്റലിജൻസ് മതി. ഓൾസോ 120 IQ മുകളിലാണ് ഇത് മാറ്റർ ചെയ്യാത്തത്. സോ ഒരു ബേസിക് ബുദ്ധി വേണം. ഒരു 90 IQ ഉള്ള ആളെക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആവും ഒരു 110 IQ ഉള്ള ആൾ. ഒരു 100 IQ ഉള്ള ആളെക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് ഒരു 120 IQ ഉള്ള ആൾ. ഒരു 75 IQ ഉള്ള ആളെക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് ഒരു 110 IQ ഉള്ള ആൾ. 120 വരെ ഇത് മാറ്റർ ചെയ്യും. പക്ഷെ 120 മുകളിൽ IQവും കരിയർ സക്സസും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ആക്ച്വലി ഇറ്റ്സ് എ ലോട്ട് ലൈക്ക് ബാസ്കറ്റ് ബോൾ. നിങ്ങളൊരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണെങ്കിൽ, നിങ്ങളുടെ ഹൈറ്റ് 5'6" ആണെങ്കിൽ നിങ്ങൾക്കൊരു നാഷണൽ ടീമിൽ കളിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒരു 5'6" ഹൈറ്റ് ഉള്ള ആളെക്കാൾ കൂടുതൽ ചാൻസ് ഉണ്ട് ഒരു 5'8" ഹൈറ്റ് ഉള്ള ഒരാൾക്ക്. ഒരു 5'8" ഹൈറ്റ് ഉള്ള ആളെക്കാൾ കൂടുതൽ ചാൻസ് ഉണ്ട് സക്സസ്ഫുൾ ആവാൻ ഒരു 5'10" ഹൈറ്റ് ഉള്ള ആൾക്ക്. 5'10" ഹൈറ്റ് ഉള്ള ആളെക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് ഒരു 6'2" ഹൈറ്റ് ഉള്ള ആൾക്ക്. അയാളെക്കാളും ചാൻസ് ഉണ്ട് 6'4" ഹൈറ്റ് ഉള്ള ആൾക്ക്. അയാളെക്കാളും ചാൻസ് ഉണ്ട് 6'6" ഹൈറ്റ് ഉള്ള ആളെക്കാൾ. പക്ഷേ ഒരു 6'6" ഒന്നും കഴിഞ്ഞാൽ പിന്നെ ബാസ്കറ്റ് ബോളിൽ ഹൈറ്റ് മാറ്റർ ചെയ്യുന്നില്ല. ഒരു 6'6" ഹൈറ്റ് ഉള്ള ആളെക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആവില്ല ഒരു 6'9" ഹൈറ്റ് ഉള്ള ആൾ. അല്ലെങ്കിൽ ഒരു 6'7" ഹൈറ്റ് ഉള്ള ആളെക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആവില്ല ഒരു 7 ഫീറ്റ് ഉള്ള ആൾ. ബാസ്കറ്റ് ബോളിൽ 6'6" കഴിയുമ്പോഴത്തേക്കും ഹൈറ്റും സക്സസും തമ്മിലുള്ള കോറിലേഷൻ നിൽക്കും. അതുപോലെ തന്നെയാണ് IQവും കരിയർ സക്സസ്. 120 IQ വരെ IQ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ IQ ഉള്ള ആൾ കൂടുതൽ സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് ലൈഫിൽ. പക്ഷേ 120 മുകളിൽ ഇത് കാര്യമായി മാറ്റർ ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് മൈ പോയിന്റ്. IQ മാറ്റേഴ്സ്, ബട്ട് only up to a certain level. നിങ്ങൾക്ക് 120 മുകളിൽ IQ ഉണ്ടെങ്കിൽ പിന്നെ എത്ര IQ കൂടിയിട്ടും കാര്യമില്ല. ഡസ് നോട്ട് ട്രാൻസ്ലേറ്റ് ടു എനി മെഷറബിൾ കരിയർ സക്സസ്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം റേവൻസ് ടെസ്റ്റിലെ 2 ക്വസ്റ്റ്യൻസ് തന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിഫിക്കൾട്ട് ഫോർ യു കരിയർ സക്സസ് അച്ചീവ് ചെയ്യാൻ. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഭയങ്കര ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഇൻ്റലിജൻസ് ലെവൽ വേണം. ആൻഡ് ഫ്രാങ്ക്ലി ആ ക്വസ്റ്റ്യൻ മാത്രം പോലെ, ആ ക്വസ്റ്റ്യൻ ഫെയർലി സിമ്പിൾ ആണ്. ആ ക്വസ്റ്റ്യന് ശേഷം വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റണം. പക്ഷേ ഞാൻ സെക്കൻഡ് കാണിച്ച ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം അത് ജീനിയസ് ലെവലിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഒരു ജീനിയസ് ആവേണ്ട ആവശ്യമില്ല. ഒരു അബോവ് ആവറേജ് ഇൻ്റലിജൻസ് ഉണ്ടായാൽ മതി, 120 IQ പോയിന്റ്സ് ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അബദ്ധത്തിൽ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. ചിലപ്പോൾ നിങ്ങളതിൽ ശ്രദ്ധിച്ച് കാണില്ല. പക്ഷേ മോസ്റ്റ്ലി നിങ്ങളൊരു നിസ്സാരം സബ്സ്ക്രൈബറൊക്കെ ആണ്, നിങ്ങൾ ഈ വീഡിയോസൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, സോ ലക്കും ഇൻ്റലിജൻസും കരിയറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തത് നമുക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാം. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് 1 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെയർ ചെയ്യാം. ഞാൻ ക്വിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ്ലി 10 ന്യൂ നിസ്സാരം വീഡിയോസ് അവൈലബിൾ ആണ്. 10ഉം നിസ്സാരം അക്കാഡമിയിലാണ് അവൈലബിൾ. നിസ്സാരം അക്കാഡമി നിസ്സാരത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇതാണ് നിസ്സാരം അക്കാഡമിയുടെ ലിങ്ക്. ഈ 10 വീഡിയോസിൽ 5 എണ്ണം മെൻ്റൽ ഹെൽത്തിനെ പറ്റിയാണ്, 5 എണ്ണം ഫിനാൻഷ്യൽ വിസ്ഡത്തിനെയും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയാണ്. നിങ്ങൾ ഈ വീഡിയോസ് ചെക്കൗട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ്ലി, ഈ വീഡിയോ കരിയറിനെ പറ്റിയാണല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഓസ്ട്രേലിയയിലേക്കും UK-യിലേക്കും കാനഡയിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ പോകുന്നുണ്ട് ജോബ്സ് അന്വേഷിച്ച്. പലപ്പോഴും അത് ടെക്നിക്കൽ ജോബ്സ് ആവാം, അല്ലെങ്കിൽ ബ്ലൂ കോളർ ജോബ്സ് ആവാം, എന്തോ ആവാം. പക്ഷേ ഇങ്ങനെ രാജ്യങ്ങളിൽ പോകുമ്പോൾ ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജർമ്മനിയിലേക്ക് പോകുകയാണെങ്കിൽ ജർമ്മൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഓസ്ട്രേലിയ, കാനഡ, UK-യിൽ പോകുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലാംഗ്വേജസിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ആപ്പ് യൂസ് ചെയ്യാം. എൻട്രി ആപ്പിൻ്റെ ട്രെയിനിങ് നിങ്ങളെ ഇതിൽ ഒരുപാട് സഹായിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവർ ഓൺലൈൻ ട്രെയിനിങ് ആണ് നടത്തുന്നത്. ആൻഡ് ഇവരുടെ ടൈമിങ്സ് വളരെ ഫ്ലെക്സിബിൾ ആണ്. ആൻഡ് ലാംഗ്വേജ് നമ്മൾ സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കേണ്ടതായതുകൊണ്ട് ഇവരുടെ സിലബസ് ഇവർ ആ രീതിയിൽ തന്നെയാണ് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇവരുടെ ബേസിക് കോഴ്സ് ഒരു 30 ഡേ പ്രോഗ്രാം ആയിട്ടാണ്. പക്ഷേ നിങ്ങളൊരു ബേസിക് ലേണർ ആണെങ്കിൽ ഇവർ അഡീഷണൽ 15 ഡേ സെഷൻസും കൂടെ തരും. ഓൾസോ എൻട്രി എലിവേറ്റിന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ എൻട്രി ആപ്പ് ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ഈ ലാംഗ്വേജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. ആൻഡ് അത് നിങ്ങൾക്ക് ഫോറിനിലൊരു ജോബ് നേടിത്തരാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്?
നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എത്ര സക്സസ്ഫുൾ ആവും എന്നതിൽ ലക്കിനൊരു വലിയ പങ്കുണ്ട്, ഭാഗ്യം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ഇൻ്റലിജൻസ് നമ്മൾ വിചാരിക്കുന്നത്ര വലിയ പങ്ക് വഹിക്കുന്നില്ല. നിങ്ങൾക്കൊരു എബോവ് ആവറേജ് ഇൻ്റലിജൻസ് ഉള്ളത് നല്ലതാണ്, പക്ഷേ അതിനുശേഷം ഇൻ്റലിജൻസ് കൂടിയിട്ട് പ്രത്യേകിച്ച് ഒരു കരിയർ സക്സസ് നിങ്ങൾ നേടാൻ പോകുന്നില്ല. 120 IQ പോയിൻറ്റ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാം. ഒരാൾ അയാളുടെ കരിയറിൽ എത്ര സക്സസ്ഫുൾ ആവും എന്നതിൽ അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മാറ്റർ ചെയ്യുന്നുണ്ടോ? അയാളുടെ അച്ഛൻ ആരാണ്, അയാളുടെ അമ്മ ആരാണ്, ഇതൊക്കെ എത്ര മാറ്റർ ചെയ്യുന്നു അയാളുടെ കരിയർ സക്സസിൽ, അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ടോ അയാളുടെ കരിയർ സക്സസിൽ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, ക്രിസ് ലാംഗൻ, IQ 200 ഉള്ളയാൾ. ക്രിസ് ലാംഗൻ വളർന്നത് എക്സ്ട്രീം ദാരിദ്ര്യത്തിലാണ്. ക്രിസ് ലാംഗൻ്റെ അമ്മ 4 തവണ കല്യാണം കഴിച്ചു. ആദ്യത്തെ ഹസ്ബൻഡായിരുന്നു ക്രിസ് ലാംഗൻ്റെ ബയോളജിക്കൽ അച്ഛൻ. അയാൾ മിസ്സിംഗ് ആയി. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫാദർ, രണ്ടാമത് കല്യാണം കഴിച്ച അയാൾ സൂയിസൈഡ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പ് ഫാദർ മേർഡേർഡായി. നാലാമത്തെ സ്റ്റെപ്പ് ഫാദർ ഒരു ആൽക്കഹോളിക് അബ്യൂസറായിരുന്നു. എന്നും വൈകിട്ട് വന്ന് ക്രിസ് ലാംഗനെ തല്ലുമായിരുന്നു. പിന്നീട് വളർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ക്രിസ് ലാംഗൻ റീഡ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. പക്ഷെ അവിടുത്തെ കുട്ടികളും ഫാക്കൽറ്റിയായിട്ട് ഒത്തുപോകാൻ ക്രിസ് ലാംഗന് വളരെ ബുദ്ധിമുട്ടായി. അദ്ദേഹം ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം മൊണ്ടാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കയറി. പക്ഷെ അവിടെയും അദ്ദേഹത്തിന് ഫാക്കൽറ്റീസ് ഫ്രണ്ട്സുമായിട്ട് ഒത്തുപോകാൻ പറ്റാതെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു കോളേജ് ഡിഗ്രി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്ര അക്കാഡമിക് പേപ്പേഴ്സ് എഴുതിയിട്ടും അതൊന്നും പബ്ലിഷ് ആയില്ല. കാരണം ഒരു ബേസിക് കോളേജ് ഡിഗ്രി ഇല്ലാത്തതിൻ്റെ അക്കാഡമിക് പേപ്പേഴ്സൊക്കെ ആര് പബ്ലിഷ് ചെയ്യാനാണ്? ക്രിസ് ലാംഗൻ ഇതുകൊണ്ട് തന്നെ ലൈഫിൽ എവിടെ എത്തിയില്ല. ഒരിക്കൽ ഓത്തറായ മാൽക്കം ഗ്ലാഡ്വെൽ ക്രിസ് ലാംഗനോട് ചോദിച്ചു, അദ്ദേഹത്തിന് ഹാർവർഡിൽ ഒരു പ്രൊഫസറായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ ആ റോൾ അദ്ദേഹം സ്വീകരിക്കുമെന്ന്. അപ്പം ലാംഗൻ പറഞ്ഞു, ഇല്ല, സ്വീകരിക്കില്ല. ഹാർവർഡിലെ ആൾക്കാരൊന്നും ശരിയല്ല, അതൊരു ഗ്ലോറിഫൈഡ് കോർപ്പറേഷനാണ്, അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം പൈസയ്ക്ക് അടിമകളാണെന്നൊക്കെ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ക്രിസ് ലാംഗന് അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാരണം തന്നെ ആൾക്കാരുമായി ഒത്തുചേർന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എവിടെ പോയാലും ആൾക്കാരുമായിട്ട് അടി ഉണ്ടാക്കും, ആൾക്കാരെ ജഡ്ജ് ചെയ്യും. ഈവൻ ഹാർവർഡ് പോലൊരു പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റി അദ്ദേഹം വെറുപ്പോടെയായിരുന്നു കണ്ടിരുന്നത്. ക്രിസ് ലാംഗനെ പോലെ തന്നെ ഒരു ട്രബിൾഡ് ചൈൽഡ്ഹുഡായിരുന്നു റോബർട്ട് ഓപ്പൻഹൈമറിൻ്റേത്. ഓപ്പൻഹൈമറിൻ്റെ കഥയും കൂടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങോട്ടാണ് വരുന്നത്. ഓപ്പൻഹൈമറെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നമ്മളെല്ലാം ഓപ്പൻഹൈമറിൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്. വേൾഡ് ഫേമസ് ഫിസിസിസ്റ്റ് ആയിരുന്നു, ഫാദർ ഓഫ് ദി അറ്റോമിക് ബോംബാണ്. ഓപ്പൻഹൈമറും ലാംഗനും തമ്മിൽ 2 സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ എന്തെന്ന് വെച്ചാൽ ഓപ്പൻഹൈമറിനും വളരെ ഹൈ IQ ആയിരുന്നു. ലാംഗൻ്റെ അത്രയും ഹൈ IQ ഇല്ല, പക്ഷേ ഓപ്പൻഹൈമറിനും വളരെ ഹൈ IQ തന്നെയായിരുന്നു. സെക്കൻഡ്ലി, ഓപ്പൻഹൈമറിനും വളരെ ട്രബിൾഡ് ചൈൽഡ്ഹുഡ് ആയിരുന്നു. ത്രൂ ഔട്ട് ഹിസ് ചൈൽഡ്ഹുഡ് ആൻഡ് ഈവൻ അറ്റ് ടൈംസ് ഇൻ അഡൾട്ട്ഹുഡ് ഓപ്പൻഹൈമർ ഡിപ്രഷനിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു. ഓപ്പൻഹൈമർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഓപ്പൻഹൈമറിന് തിയററ്റിക്കൽ ഫിസിക്സ് ആയിരുന്നു ഇഷ്ടം. പക്ഷേ ഓപ്പൻഹൈമറിനെ എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് ചെയ്യാൻ ഫോഴ്സ് ചെയ്തു ഓപ്പൻഹൈമറിൻ്റെ ട്യൂട്ടറായ പാട്രിക് ബ്ലാക്കറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ദേഷ്യവും വിഷമവും വന്ന ഓപ്പൻഹൈമർ കെമിസ്ട്രി ലാബിൽ നിന്ന് സയനൈഡ് മോഷ്ടിച്ച് ഒരു ആപ്പിളിൽ ഇഞ്ചെക്ട് ചെയ്ത് പാട്രിക് ബ്ലാക്കറ്റിനെ കൊല്ലാൻ നോക്കി. അതായത് മൈ പോയിന്റ് ഇസ് ദിസ്, ലാംഗനും ഓപ്പൻഹൈമറിനും 2 പേർക്കും വളരെ ട്രബിൾഡ് ചൈൽഡ്ഹുഡ്സ് ആയിരുന്നു. 2 പേരും ജീനിയസസ് ആയിരുന്നു. പക്ഷേ ഇവർ 2 പേരും തമ്മിൽ ഒരു മെയിൻ വ്യത്യാസം ഉണ്ടായിരുന്നു. ഓപ്പൻഹൈമർ ഒരു വളരെ വെൽത്തി ഫാമിലിയിൽ നിന്നായിരുന്നു വരുന്നത്. ഓപ്പൻഹൈമറിൻ്റെ അച്ഛൻ പണക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പൻഹൈമർ പാട്രിക് ബ്ലാക്കറ്റ് തൻ്റെ സ്വന്തം ട്യൂട്ടറിനെ കൊല്ലാൻ നോക്കിയിട്ടും അത് പിടിക്കപ്പെട്ടിട്ടും ഓപ്പൻഹൈമറിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയില്ല. കാരണം ഓപ്പൻഹൈമറിൻ്റെ പാരൻസ് ഇടപെട്ട് ഫാക്കൽറ്റിയോട് സംസാരിച്ച് ഓപ്പൻഹൈമർ ഒരു പാവമാണെന്ന് കൺവിൻസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഓപ്പൻഹൈമറിനെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് അയക്കേണ്ടേ വന്നുള്ളൂ. ഓപ്പൻഹൈമറിന് പഠനം തുടരാൻ പറ്റി. അതിനുശേഷവും ഓപ്പൻഹൈമറിൻ്റെ പാരൻസ് ഓപ്പൻഹൈമറിൻ്റെ ലൈഫിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു. ഓപ്പൻഹൈമർ ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു, കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ടോ, ഇതിലെല്ലാം ഓപ്പൻഹൈമറിൻ്റെ പാരൻസ് വളരെ ഇൻവോൾവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പൻഹൈമർ വളർന്നു വലുതായി ഒരു ചാർമിങ് മനുഷ്യനായി. എല്ലാവർക്കും ഓപ്പൻഹൈമറിനോട് ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു. ഓപ്പൻഹൈമർ സംസാരിക്കുന്നത് കേൾക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. മൈൻഡ് യു, ഓപ്പൻഹൈമറിന് നല്ല സ്വഭാവം, ഉള്ളിൽ നിന്ന് നല്ല മനുഷ്യനായിരുന്നു, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഓപ്പൻഹൈമറിന് ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഓപ്പൻഹൈമറിൻ്റെ പെരുമാറ്റം നല്ലതായിരുന്നു. എല്ലാവരോടും നന്നായി പെരുമാറുമായിരുന്നു. ഒരു ചാമുണ്ടായിരുന്നു ഓപ്പൻഹൈമറിന്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പമായിരുന്നിട്ടും ഓപ്പൻഹൈമറിനെ മൻഹാറ്റൻ പ്രോജക്റ്റിൻ്റെ, അറ്റോമിക് ബോംബ് ഉണ്ടാക്കുന്ന പ്രോജക്റ്റിൻ്റെ ഹെഡായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. ഓപ്പൻഹൈമർ വേൾഡ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും പ്രൊമിനൻറ്റ് ഫിഗേഴ്സിൽ ഒരാളായി മാറി. ഇവരുടെ 2 പേരുടെയും കഥ, ലാംഗൻ്റെയും ഓപ്പൻഹൈമറിൻ്റെയും കഥ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ 2 പേരും ഒട്ടുമിക്ക ആസ്പെക്ട്സിലും സെയിം ആയിരുന്നു. 2 പേരും ജീനിയസ് ആയിരുന്നു. 2 പേർക്കും വെരി ട്രബിൾ ചൈൽഡ്ഹുഡ്സ് ആയിരുന്നു. ഇവർ തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ഓപ്പൻഹൈമർ ഒരു വെൽത്തി ഫാമിലിയിൽ നിന്നായിരുന്നു,
ലാംഗൻ ഒരു വളരെ പുവർ ഫാമിലിയിൽ നിന്നായിരുന്നു. ആൻഡ് ഇത് അവരുടെ കരിയർ സക്സസിൽ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് കരിയർ സക്സസ് ഇസ് മച്ച് മോർ പ്രോബബിൾ ഫോർ വെൽത്തിയർ ഓർ മിഡിൽ ക്ലാസ് കിഡ്സ് ദാൻ പുവർ കിഡ്സ്. പണമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നവർക്കോ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് വരുന്നവർക്കോ കരിയറിൽ സക്സസ്ഫുൾ ആവാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കരിയറിൽ സക്സസ്ഫുൾ ആവാൻ കുറച്ചുകൂടെ പാടാണ്. നൗ ഇതിന് 2 റീസൺസാണ്. ഒന്ന്, പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടെ കുറവാണ് ലൈഫിൽ. ലാംഗനെ തന്നെ കണ്ടില്ലേ, ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തായി, സെക്കൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തായി, വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഓപ്പൻഹൈമറിൽ അങ്ങനെയല്ല. ഓപ്പൻഹൈമറിനെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചപ്പോഴേ പാരൻസ് ഇൻവോൾവ് ചെയ്ത് സംസാരിച്ച് തിരിച്ച് ഓപ്പൻഹൈമറിന് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കൊടുത്തു. ഇതുപോലെ പണക്കാരുടെ മക്കൾക്കും മിഡിൽ ക്ലാസ് ഫാമിലീസിൽ നിന്നുള്ള കുട്ടികൾക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അത് ട്രെയിനിങ്ങിൻ്റെ രൂപത്തിലാവാം, ബെറ്റർ കോണ്ടാക്ട്സിൻ്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ നല്ല സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ രൂപത്തിലാവാം. പാവപ്പെട്ടവർക്ക് കിട്ടാത്ത പല ഓപ്പർച്യൂണിറ്റീസും പണക്കാർക്കും മിഡിൽ ക്ലാസ് ഫാമിലീസിൽ നിന്ന് വരുന്നവർക്കും കിട്ടും. പക്ഷേ ഇതല്ല മെയിൻ കാരണം. ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഒരു ചെറിയ ഫാക്ടറാണ്. പണക്കാരുടെ മക്കളും മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളും കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ദേ ഹാവ് സംതിങ് നോൺ ആസ് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. ലാംഗൻ ഇല്ലാതെ പോയതും ഓപ്പൻഹൈമറിനുണ്ടായിരുന്നതും അതാണ്, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സന്ദർഭം അനുസരിച്ച് പെരുമാറാനുള്ള കഴിവാണ്. ഇന്ന സന്ദർഭത്തിൽ ഇന്നയാളോട് ഞാൻ ഇങ്ങനെ സംസാരിക്കണം, ഈ സന്ദർഭത്തിൽ ഇങ്ങനെ സംസാരിച്ചാൽ എനിക്ക് മാക്സിമം ഗുണമുണ്ടാവും, ഇപ്പം ഞാൻ സംസാരിക്കാൻ പാടില്ല, ഞാൻ കേൾക്കാനാണുള്ളത്, ഇങ്ങനത്തെ ആൾക്കാരുമായി ഇങ്ങനത്തെ ബന്ധമാണ് വേണ്ടത്, ഇന്നയാളെ ബഹുമാനിക്കണം, ഇന്നയാളെ ബഹുമാനിക്കേണ്ട. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള, സിറ്റുവേഷൻസ് റീഡ് ചെയ്യാനുള്ള ഒരു ഇൻ്റലിജൻസാണ് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. ലാംഗൻ ഇല്ലാതെ പോയത് അതാണ്. ലാംഗൻ എവിടെ പോയാലും ആൾക്കാരായിട്ട് അടിയാവും, ആൾക്കാരെ മിസ്ട്രസ്റ്റ് ചെയ്യും, ജഡ്ജ് ചെയ്യും. ഓപ്പൻഹൈമറിനുണ്ടായിരുന്നതും അതായിരുന്നു. ഓപ്പൻഹൈമറിന് സംസാരിച്ച് നിൽക്കാനറിയായിരുന്നു, സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആൾക്കാരെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ഓപ്പൻഹൈമറിന് അതുണ്ടായിരുന്നു. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് കരിയർ സക്സസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസും അനലിറ്റിക്കൽ ഇൻ്റലിജൻസും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അതായത് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസും നിങ്ങളുടെ ഐക്യവും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. 2 ഓർത്തോഗണലാണ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് ആയിരിക്കും, ഭയങ്കര ഐക്യം ആയിരിക്കും, നിങ്ങൾ മാത്സും ഫിസിക്സും ഒക്കെ തകർത്ത് സോൾവ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് വളരെ ലോ ആയിരിക്കും. നിങ്ങൾക്ക് ആൾക്കാരോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് ഒരു ഐഡിയയും കാണില്ല. സിമിലർലി നിങ്ങളുടെ ഐക്യു ചിലപ്പോൾ ഭയങ്കര ലോ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ഹൈ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ആൾക്കാരോട് സന്ദർഭം അനുസരിച്ച് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടത് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയായിരിക്കും. ചില ആൾക്കാർക്ക് ഭയങ്കര ഹൈ അനലിറ്റിക്കൽ ഇൻ്റലിജൻസും ഭയങ്കര ലോ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ഭയങ്കര ഹൈ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസും ഭയങ്കര ലോ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് ആയിരിക്കും. ചില ആൾക്കാർക്ക് രണ്ടും ഭയങ്കര ഹൈ ആയിരിക്കും, ഓപ്പൻഹൈമറിനെ പോലെ. അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു പരിധിവരെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഐക്യു നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ടു ആൻ എക്സ്റ്റെൻറ്റ് ഐക്യു ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ജെനറ്റിക്സ്. നിങ്ങളുടെ ജീൻസും അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഐക്യു എത്രയാണെന്നുള്ളത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസും നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് ആൾക്കാരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്ത് സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ സംതിങ് എൽസ്. ആൻഡ് നോ, ഇറ്റ്സ് നോട്ട് യുവർ ജെനറ്റിക്സ്. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് is dependent on whether your family is rich or not. നിങ്ങളൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മറിച്ച് നിങ്ങളൊരു റിച്ച് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നോ, ഐ ആം വെരി അവെയർ ദാറ്റ് ദിസ് ഇസ് എ ജനറലൈസേഷൻ. ഇതൊരു ജനറലൈസേഷനാണ്. എക്സെപ്ഷൻസ് ഒരുപാടുണ്ട്. എനിക്ക് എന്നെ പേഴ്സണൽ അറിയാം, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ. പക്ഷേ അവർക്ക് നന്നായിട്ട് സന്ദർഭത്തിനനുസരിച്ചും ആൾക്കാരോട് പെരുമാറാനൊക്കെ അറിയാം. അവർക്ക് നല്ല പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്കറിയാം വളരെ റിച്ച് കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് ഒരു ധാരണയില്ലാത്ത ആൾക്കാർ. സോ ഇതൊരു ജനറലൈസേഷൻ മാത്രമാണ്. എക്സെപ്ഷൻസ് ഒരുപാടുണ്ട്. ബട്ട് അക്കോർഡിംഗ് ടു ദ ജനറലൈസേഷൻ ആൻഡ് ദിസ് ഇസ് എ ഫാക്ട്, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഇത്തിരി കുറവാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കും എന്നതിന് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ബട്ട് ദ ബെസ്റ്റ് പോസിബിൾ എക്സ്പ്ലനേഷൻ പ്രോബബ്ലി കംസ് ഫ്രം എ സോഷ്യൽ സൈക്കോളജിസ്റ്റ് നോൺ ആസ് അനറ്റ് ലോറിയോ. പുള്ളിക്കാരി വർഷങ്ങളോളം പാരൻസിനെയും ചിൽഡ്രനെയും സ്റ്റഡി ചെയ്തു. പുള്ളിക്കാരി പാരൻറ്റിങ് ഫിലോസഫീസിനെ പറ്റി മനസ്സിലാക്കി, പാരൻറ്റിങ് സ്റ്റൈൽസിനെ പറ്റി മനസ്സിലാക്കി. ഷീ കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ഈ ലോകത്ത് മേജർലി 2 പാരൻറ്റിങ് ഫിലോസഫീസേ ഉള്ളൂ. ദ പാരൻറ്റിങ് ഫിലോസഫി ഓഫ് ദ റിച്ച് ആൻഡ് ദ മിഡിൽ ക്ലാസ് ആൻഡ് ദ പാരൻറ്റിങ് ഫിലോസഫി ഓഫ് ദ പുവർ. മിഡിൽ ക്ലാസ്സും റിച്ചും ആയിട്ടുള്ള പാരൻസ് അവരുടെ കുട്ടികളുടെ ഫ്രീ ടൈമിൽ ഹെവിലി ഇൻവോൾവ്ഡ് ആണ്. കുട്ടികൾ ആരൊക്കെ കാണാൻ പോകുന്നു,
ഏതൊക്കെ ആൾക്കാരാണ് കുട്ടികളുടെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സുമായിട്ടുള്ള അവരുടെ ഇൻട്രാക്ഷൻ എന്താണ്, അവർ ഏതൊക്കെ കോഴ്സസാണ് എടുത്തേക്കുന്നത്, അവർ മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും അവർ ഹെവിലി ഇൻവോൾവ്ഡ് ആണ്. അവർ ക്ലാസ്സിൽ മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടോ, അവർ സ്പോർട്സിൽ എങ്ങനെയാണ്, അവർ കോക്കരിക്കുലേഴ്സ് എങ്ങനെയാണ്, അവർ ടീച്ചേഴ്സുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, എല്ലാത്തിലും റിച്ച് മിഡിൽ ക്ലാസ് പാരൻസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻവോൾവ്ഡ് ആണ്. ഇവരുടെ ഈ ഗൈഡൻസ് കാരണം തന്നെ കുട്ടികൾ പഠിക്കുന്നു, സന്ദർഭം അനുസരിച്ച് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആരെയാണ് ബഹുമാനിക്കേണ്ടത്, ഏത് രീതിയിലാണ് സംസാരിക്കാൻ പാടില്ലാത്തത്, ഇതെല്ലാം കുട്ടികൾ പഠിക്കുന്നു, അവർ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് നേടുന്നു. ഓൺ ദ അതർ ഹാൻഡ് പുവർ പാരൻസ് ആക്ച്വലി അവരുടെ കുട്ടികളുടെ സ്പെയർ ടൈമിലൊന്നും അത്ര ഇൻവോൾവ് അല്ല. കുട്ടികൾ ആരെ കാണാൻ പോകുന്നു, ആരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഫ്രണ്ട്സ് എത്രക്കാരാണ്, അവരുടെ ഹോബീസ് എന്തൊക്കെയാണ്, സ്പോർട്സിൽ അവർ എന്താണ് ചെയ്യുന്നത്, ടീച്ചേഴ്സുമായിട്ടുള്ള അവരുടെ ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, ടീച്ചേഴ്സ് കൊള്ളാമോ, ഇതിലൊന്നും പുവർ ഫാമിലീസിലെ പാരൻസ് അത്ര ഇൻവോൾവ് അല്ല. കാരണം പലപ്പോഴും അവർക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല. അവർക്ക് മറ്റൊരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്. ഇതുകൊണ്ട് തന്നെ കുട്ടികൾ ആ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾ ലേൺ ചെയ്യുന്നില്ല ആരെയാണ് ബഹുമാനിക്കേണ്ടത്, ആരെയാണ് പേടിക്കേണ്ടത്, ഏത് രീതിയിലാണ് സംസാരിക്കാൻ പാടില്ലാത്തതോട് ഇന്ന ആളോട് ഇന്ന രീതിയിൽ സംസാരിക്കണം, ഇന്ന ആളോട് ഇന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. ഈ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് കുട്ടികൾ നേടുന്നില്ല. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് നിങ്ങളുടെ കരിയർ സക്സസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു വർക്ക് പ്ലേസിൽ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളീഗ്സിൻ്റെ അടുത്ത് ഏത് രീതിയിൽ സംസാരിക്കണം, ഇന്നയാളെ ബഹുമാനിക്കണം, ഇന്നയാളെ പേടിക്കേണ്ട ആവശ്യമില്ല, ഈ സന്ദർഭത്തിൽ ഇങ്ങനെ സംസാരിച്ചാൽ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടോ, ഇതെല്ലാം നമ്മളൊരു വർക്ക് പ്ലേസിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഒരു വർക്ക് പ്ലേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നമുക്ക് കൊളീഗ്സായിട്ട് ഒത്തൊരുമയോടെ പോകാൻ പറ്റൂ, നമ്മുടെ കരിയറിൽ സക്സസ് നേടാൻ പറ്റും. ആൻഡ് വാട്ട് ഡിഡ് വി ലേൺ? Practical intelligence is largely dependent on whether your family is rich or poor. റിച്ചും മിഡിൽ ക്ലാസ് ഫാമിലീസിൽ നിന്നും വരുന്നവർക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ബൈ ഡിഫോൾട്ട് ഉണ്ടായിരിക്കും. പുവർ ഫാമിലീസിൽ നിന്ന് വരുന്നവർക്ക് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ബൈ ഡിഫോൾട്ട് ഇത്തിരി കുറവായിരിക്കും. ഞാനിത് ചുമ്മാ ക്രിസ് ലാങ്കിൻ്റെയും ഓപ്പൻഹൈമറിൻ്റെ എക്സാമ്പിൾ എടുത്ത് ഉണ്ടാക്കിയ ഒരു തിയറിയല്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യില്ലേ ടെർമൈറ്റ്സിനെ പറ്റി. ലൂയിസ് ടെർമാൻ എന്നൊരു സൈക്കോളജിസ്റ്റ് 25,000 സ്റ്റുഡൻസിനെ സ്റ്റഡി ചെയ്ത് അതിലെ ടോപ്പ് 1470 സ്റ്റുഡൻസിനെ എടുത്തു, ഹൈ ഐക്യു ഉള്ള. ഈ ടോപ്പ് 1470 സ്റ്റുഡൻസ്, ഈ ടെർമൈറ്റ്സിനെ അദ്ദേഹം 25 വർഷം കഴിഞ്ഞ് ഒന്നുകൂടെ ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവരെ 3 കാറ്റഗറി ആയിട്ട് പിരിക്കാൻ പറ്റും. കരിയറിൽ ഏറ്റവും ഉന്നതങ്ങളിലെത്തിയ ടോപ്പ് 150 സ്റ്റുഡൻസ്, ഓക്കെ, കരിയറിൻ്റെ ഏറ്റവും താഴെ ജോലിയൊന്നും കിട്ടാതെ അല്ലെങ്കിൽ വളരെ ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന ബോട്ടം 150 സ്റ്റുഡൻസ്. ഈ ടോപ്പ് 150 സ്റ്റുഡൻസ് എ ഗ്രൂപ്പായിരുന്നു, ബോട്ടം 150 സ്റ്റുഡൻസ് സി ഗ്രൂപ്പായിരുന്നു. എ ഗ്രൂപ്പിലെ മെജോറിറ്റി ആൾക്കാരും റിച്ച് ഫാമിലീസിൽ നിന്നായിരുന്നു. ആൻഡ് സി ഗ്രൂപ്പിലെ മെജോറിറ്റി ആൾക്കാരും പുവർ ഫാമിലീസിൽ നിന്നായിരുന്നു. സോ ദാറ്റ് വാസ് ദ പോയിന്റ്. നിങ്ങളുടെ കരിയർ സക്സസ്സിൽ ഓപ്പർച്യൂണിറ്റീസും പ്രാക്ടിക്കൽ ഇൻ്റലിജൻസും ഒക്കെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളൊരു റിച്ച് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസും പ്രാക്ടിക്കൽ ഇൻ്റലിജൻസും ബൈ ഡിഫോൾട്ട് കൂടുതലായിരിക്കും. നിങ്ങളൊരു പുവർ ഫാമിലിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസും പ്രാക്ടിക്കൽ ഇൻ്റലിജൻസും ബൈ ഡിഫോൾട്ട് കുറവായിരിക്കും. വൺസ് അഗെയിൻ ഞാൻ പറയാണ്, ഇതിന് ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. ബാക്ക് ഓഫ് മൈൻഡ് എനിക്ക് ഓൾറെഡി പറയാം. ഇപ്പം ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു വളരെ പുവർ ഫാമിലിയിൽ നിന്ന് വന്ന ആളായിരുന്നു, പക്ഷേ അദ്ദേഹം എത്ര സക്സസ്ഫുൾ ആയെന്ന് നമുക്കറിയാം. സോ എക്സെപ്ഷൻസ് ഒരുപാടുണ്ട്. ഞാനൊരു ജനറലൈസേഷൻ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇവൻ എന്ത് ക്രൂരനാണ്, ഇവൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് കരിയർ സക്സസ് അച്ചീവ് ചെയ്യാൻ പാടായിരിക്കുമെന്നു, ഇവൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്. എനിക്ക് വേണമെങ്കിൽ ചുമ്മാ എല്ലാവരും സൂചിപ്പിക്കാൻ പറയാം, ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല, പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണെങ്കിലും പണക്കാരൻ്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലും ഒരേ കഴിവുള്ളവൻ ഒരേ സക്സസ് അച്ചീവ് ചെയ്യുമെന്ന്. പക്ഷേ അതങ്ങനെയല്ല. ഈ വേൾഡ് അൺഫെയർ ആണ്. ഒരേ കഴിവുണ്ടെങ്കിൽ പോലും പണക്കാരന് സക്സസ് അച്ചീവ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം പാവപ്പെട്ട ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസും കുറവാണ്, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് കുറവാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ബൈ ഡിഫോൾട്ട്. അപ്പോൾ ഈ നഷ്ടപ്പെടുന്ന ഓപ്പർച്യൂണിറ്റീസിന് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ അവർ കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടി വരും. പണക്കാരനേക്കാൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അതിന് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. സിമിലർലി അവർക്ക് പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് മിക്കപ്പോഴും കുറവാണ് ഒരു പണക്കാരന് കിട്ടിയിട്ടുള്ളതിനേക്കാൾ. അതുകൊണ്ട് തന്നെ അവർ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇൻട്രാക്ഷൻസ് ഒബ്സർവ് ചെയ്യണം. ഇന്ന സമയത്ത് ഞാൻ സംസാരിക്കണോ, ഇന്ന സമയത്ത് ഞാൻ കേൾക്കണോ, ഇന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ വീക്ക്നെസ്സസ് ഇമ്പ്രൂവ് ചെയ്താൽ പണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒരേ സക്സസ് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരേ ടാലൻ്റ് ഉള്ളവരാണെങ്കിലും പണക്കാർക്ക് കൂടുതൽ സക്സസ് അച്ചീവ് ചെയ്യും. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയുള്ള കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെയും പറ്റി മനസ്സിലാക്കി. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് കരിയർ സക്സസിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം ഒരു 30 സെക്കൻഡിൽ. കരിയർ സക്സസ്സിൽ ലക്ക് ഒരു വലിയ റോള് പ്ലേ ചെയ്യുന്നു. ഭാഗ്യം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ രീതിയിൽ നമ്മുടെ കരിയർ സക്സസിനെ എഫക്റ്റ് ചെയ്യുന്നു. ഇൻ്റലിജൻസ് ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ വിചാരിക്കുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു അബോവ് ആവറേജ് ഇൻ്റലിജൻസ് മതി. അതിൽ കൂടുതലുണ്ടായിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്
ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരെക്കാൾ കരിയർ സക്സസ് അച്ചീവ് ചെയ്യാൻ എളുപ്പം റിച്ചും മിഡിൽ ക്ലാസ്സും കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ്. കാരണം അവർക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസും പ്രാക്ടിക്കൽ ഇൻ്റലിജൻസും ലഭിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഓക്കെ, അടുത്ത നമുക്ക് പാഷനിലേക്ക് പോകാം. ചിലരെ കണ്ടിട്ടില്ലേ, കുട്ടിക്കാലം തൊട്ടേ പറയും എനിക്ക് ആക്ടർ ആവണം, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് കളക്ടർ ആവണം. എന്നിട്ട് അവർ ആക്ച്വലി കഷ്ടപ്പെട്ട് പഠിച്ച ആ ജോലി നേടി അതിൽ വളരെ സക്സസ്ഫുൾ ആവും. പക്ഷെ ഒരു മെജോറിറ്റിക്കും ഇങ്ങനൊരു പ്രീ എക്സിസ്റ്റിംഗ് പാഷൻ ഇല്ല. അവർ ചുമ്മാ എന്തൊക്കെയോ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇങ്ങനെയുള്ളവർ അവരുടെ കരിയറിൽ സക്സസ്ഫുൾ ആവുമോ? ഒരു പ്രീ എക്സിസ്റ്റിംഗ് പാഷൻ ഇല്ലാണ്ട് ചുമ്മാ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നവർ അവരുടെ കരിയറിൽ സക്സസ്ഫുൾ ആവുമോ? ദ ഷോർട്ട് ആൻസർ ഇസ് യെസ്. കരിയറിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരു പ്രീ എക്സിസ്റ്റിംഗ് പാഷൻ ഫോളോ ചെയ്യണമെന്നുള്ള ഐഡിയ തെറ്റാണ്. ഷുവർ, നമുക്ക് കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റും അവരവരുടെ കുട്ടിക്കാലം മുതലുള്ള പാഷൻ ഫോളോ ചെയ്ത് അതിൽ സക്സസ്ഫുൾ ആയവർ. പക്ഷേ നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് നോക്കിയാൽ അവരങ്ങനെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് പാഷൻ ഫോളോ ചെയ്തവരായിരിക്കില്ല മിക്കപ്പോഴും. അവർ കുറേ ജോലികൾ ചെയ്ത് നോക്കി, അവർക്ക് ഇഷ്ടമുള്ള ഒരു ജോലി അവസാനം കണ്ടുപിടിച്ച്, പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ജോലിയല്ല, അവർക്ക് കുറച്ച് ഇഷ്ടമുള്ള ഒരു ജോലി കണ്ടുപിടിച്ച് അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത്, അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിൽ കുറച്ച് നന്നായി. അങ്ങനെ നന്നായപ്പോൾ ആൾക്കാർ അവരെ പ്രശംസിച്ചു തുടങ്ങി. ഈ പ്രശംസ അവർക്കൊരു മോട്ടിവേഷനായി. അവർ കൂടുതൽ പണിയെടുത്തു, കൂടുതൽ ആൾക്കാർ അവരെ മോട്ടിവേറ്റ് ചെയ്തു, അവർ കൂടുതൽ പണിയെടുത്തു. അങ്ങനെ അവർ അതിലൊരു മാസ്റ്ററായി, അവരത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അത് ഇവൻച്വലി അവരുടെ പാഷനായി. സയൻസ് ആക്ച്വലി കരിയർ ഹാപ്പിനെസ്സിനെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. കരിയർ ഹാപ്പിനെസ്സിനെ സ്റ്റഡി ചെയ്ത ബെസ്റ്റ് സയൻറ്റിഫിക് മെത്തേഡ് ഇസ് സംതിങ് നോൺ ആസ് ദ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി. സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി SDT അനുസരിച്ച് നമുക്ക് നമ്മുടെ കരിയറിൽ ഹാപ്പി ആവണമെങ്കിൽ 3 കാര്യങ്ങളെ മാറ്റർ ചെയ്യുന്നുള്ളൂ: ഓട്ടോണമി, കമ്പീറ്റൻസ്, റിലേറ്റഡ്നെസ്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്ക് പ്ലേസിൽ ഇത്തിരി അധികാരമുണ്ടെന്നും നമ്മുടെ ആക്ഷൻസ് മാറ്റർ ചെയ്യുന്നു എന്നുള്ള തോന്നൽ. കമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പണിയിൽ ആക്ച്വലി ഇത്തിരി കൊള്ളാം എന്നുള്ള തോന്നൽ. റിലേറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് പ്ലേസിൽ കൊളീഗ്സുമായിട്ടുള്ള ഒരു ഹെൽത്തി ബന്ധം ഉണ്ടായിരിക്കണം. നൗ നോട്ടീസ്, ഈ 3 കാര്യങ്ങൾ മാത്രമേ ഒരു ഹാപ്പി കരിയറിൽ മാറ്റർ ചെയ്യുന്നുള്ളൂ. പാഷൻ മാറ്റർ ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് കാൽ ന്യൂപോർട്ട് സോ ഗുഡ് ദേ കാണ്ട് ഇഗ്നോർ യു എന്ന ബുക്കിൽ പറയുന്നത്. ഒരു പ്രീ എക്സിസ്റ്റിംഗ് പാഷൻ വേണമെന്നുള്ള ഐഡിയ തെറ്റാണ്. നമ്മൾ ഓരോ ജോലികൾ ചെയ്തു നോക്കുക, നമുക്ക് ഇത്തിരി ഇഷ്ടമുള്ള ഒരെണ്ണം കണ്ടുപിടിക്കുക. ഒരുപാട് ഇഷ്ടമൊന്നും വേണ്ട, ഇത്തിരി ഇഷ്ടമുള്ളൊരു ജോലി കണ്ടുപിടിക്കുക, അതിൽ കഷ്ടപ്പെട്ട് ഫോക്കസ് ചെയ്ത് പണിയെടുക്കുക. നമ്മൾ അതിൽ ബെറ്റർ ആകുമ്പോൾ ആൾക്കാർ അത് നോട്ടീസ് ചെയ്ത് തുടങ്ങും, ആൾക്കാർ നമ്മളെ പ്രശംസിച്ചു തുടങ്ങും. അത് നമുക്ക് മോട്ടിവേഷനാവും, നമ്മൾ കൂടുതൽ പണിയെടുക്കും, കൂടുതൽ ആൾക്കാർ നമ്മളെ കൺഗ്രാറ്റ് ചെയ്യും, നമ്മൾ കൂടുതൽ പണിയെടുക്കും. അങ്ങനെ നമ്മൾ ഇവൻച്വലി അതിലൊരു മാസ്റ്ററാവും, ആ ജോലി നമ്മുടെ പാഷനാവും. ഓക്കെ, സോ ഇതുവരെ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? ലക്ക് കരിയർ സക്സസ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇൻ്റലിജൻസ് നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല, ഒരു അബവ് ആവറേജ് ഇൻ്റലിജൻസ് മതി. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ കരിയർ സക്സസ്സിൽ മാറ്റർ ചെയ്യുന്നു. കാരണം അത് നമുക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസും പ്രാക്ടിക്കൽ ഇൻ്റലിജൻസും തരുന്നു. ഒരു പുവർ ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്ക് ഇതിൽ രണ്ടിലും കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് ഫൈനലി, ഒരു പ്രീ എക്സിസ്റ്റിംഗ് പാഷൻ്റെ ആവശ്യമില്ല. പാഷന് നമ്മൾ വിചാരിക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഇത്തിരി ഇഷ്ടമുള്ള ഒരു ജോലിയിൽ നമ്മൾ കഷ്ടപ്പെട്ട ഒരു മാസ്റ്റർ ആവുകയാണെങ്കിൽ പാഷൻ വിൽ ഓട്ടോമാറ്റിക്കലി ഫോളോ. ഓക്കെ, അടുത്തത് നമുക്ക് കരിസ്മയിലേക്ക് വരാം. ചില ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. അവർക്ക് എപ്പോഴും ആൾക്കാർ അറ്റൻഷൻ കൊടുക്കും, അവർ പറയുന്നത് എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കും, അവരുടെ വാക്കിന് വിലയുണ്ട്, അവരുടെ ചുറ്റിനും എപ്പോഴും ആൾക്കാർ കാണും. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കരിസ്മാറ്റിക് എന്ന് വിളിക്കും. ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ലൈഫിൽ ഒരു ക്വാളിറ്റി വേണമെങ്കിൽ, ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അതെന്തായിരിക്കും? ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് അവർക്ക് വേണ്ടത് കരിസ്മയാണെന്നാണ്. പക്ഷേ ഈ കരിയറിൻ്റെ കോണ്ടെക്സ്റ്റിൽ കരിസ്മ ആക്ച്വലി അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? നമുക്ക് നമ്മുടെ കരിയറിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ കരിസ്മാറ്റിക് ആവുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? ഷോർട്ട് ആൻസർ യെസ്. കരിസ്മ ആക്ച്വലി നമ്മളെ നമ്മുടെ വർക്ക് പ്ലേസിൽ സഹായിക്കും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് കരിസ്മാറ്റിക് ആവുന്നത്? കരിസ്മ എന്ന് പറയുന്ന ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്കൊരു ജെട്ടി ഇട്ടുകൊണ്ട് ഓഫീസിൽ കൂടെ ഓടാം, അപ്പോൾ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുമല്ലോ, നമ്മൾ കരിസ്മാറ്റിക് ആവുമല്ലോ. കരിസ്മാറ്റിക് ആവുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു 100 വഴി കിട്ടും എങ്ങനെയാണ് കരിസ്മാറ്റിക് ആവേണ്ടതെന്ന്. നെഞ്ച് വിരിച്ചിരിക്കണം, എപ്പോഴും ചിരിക്കണം, കണ്ണിൽ നോക്കി സംസാരിക്കണം. ദ തിങ് ഈസ്, ഈ ഐഡിയാസ് എല്ലാം തെറ്റാണ്. ഇങ്ങനെയല്ല കരിസ്മാറ്റിക് ആവുന്നത്. ഫണ്ടമെൻ്റൽ അസംഷൻ എന്തെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്ട്രോവേർട്ടഡായി ചിരി ചാടിപ്പാടി നടക്കുന്നവരാണ് കരിസ്മാറ്റിക് എന്ന്. ശരിയാണ്, ഒരു ഭയങ്കര പ്രസൻസ് ഉള്ള ഒരു രൺവീർ സിംഗിനെ പോലെ ഒരു എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ കരിസ്മാറ്റിക് ആണ്. പക്ഷേ അതേസമയം ഒതുങ്ങിക്കൂടി അധികം സംസാരിക്കാതെ സൈലൻ്റ് ആയിരിക്കുന്ന ആക്ടർ വിജയും ഒരു കരിസ്മാറ്റിക് മാനാണ്.
മൾട്ടിപ്പിൾ രീതികളിൽ നമുക്ക് കരിസ്മാറ്റിക് ആവാൻ പറ്റും. ഇതാണ് ആൾക്കാർ പലപ്പോഴും മനസ്സിലാക്കാത്തത്. ഓത്തറായ സോയി ചാൻസ് ഇൻഫ്ലുവൻസ് ഇസ് യുവർ സൂപ്പർ പവർ എന്ന ബുക്കിൽ പറയുന്നത് പോലെ കരിസ്മാറ്റിക് ആവാൻ ആക്ച്വലി അത്ര ഡിഫിക്കൽട്ട് അല്ല. കരിസ്മാറ്റിക് ആവണമെങ്കിൽ നമ്മൾ വെറും 2 റൂൾസ് ഫോളോ ചെയ്താൽ മതി. ദ 2 റൂൾസ് ഓഫ് കരിസ്മ ഓർ ദ 2 പാരഡോക്സസ് ഓഫ് കരിസ്മ. ദ ഫസ്റ്റ് പാരഡോക്സ് ഓഫ് കരിസ്മ ഇസ് ദിസ്: ട്രൈങ് ടു ബി കരിസ്മാറ്റിക് ഹാസ് ദി ഓപ്പോസിറ്റ് ഇഫക്റ്റ്. കരിസ്മാറ്റിക് ആവാൻ ശ്രമിക്കരുത്. ഇതാണ് റൂൾ നമ്പർ 1. കരിസ്മാറ്റിക് ആവാൻ വേണ്ടി മനഃപൂർവ്വം കുറച്ച് കരിസ്മാറ്റിക് ആയിട്ട് ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചാൽ യു ആക്ച്വലി എൻഡ് അപ്പ് ബിക്കമിങ് ലെസ് കരിസ്മാറ്റിക്. ഹ്യൂമർ മീ ഫോർ എ സെക്കൻഡ്. ഞാൻ നിങ്ങൾക്ക് 2 കൂട്ടം ആൾക്കാരുടെ പേര് വെച്ചിങ്ങനെ പറയാം. ഇതിൽ ഏത് കൂട്ടരാണ് കൂടുതൽ ഞാൻ എന്ന പദം കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ലീഡേഴ്സ് ഓർ ഫോളോവേഴ്സ്. ലീഡേഴ്സ് ആണോ ഫോളോവേഴ്സ് ആണോ കൂടുതൽ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? ഓക്കെ, ഇതാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. ഇനി ഇതുപോലത്തെ കൂടുതൽ കാറ്റഗറൈസ് ചെയ്യാൻ പറയാം. അഡൾട്ട്സ് ഓർ കിഡ്സ്, റിച്ച് പീപ്പിൾ ഓർ പുവർ പീപ്പിൾ, ഹാപ്പി പീപ്പിൾ ഓർ ഡിപ്രസ്ഡ് പീപ്പിൾ, ആംഗ്രി പീപ്പിൾ ഓർ ഫിയർഫുൾ പീപ്പിൾ, ബെറ്റർ സ്റ്റുഡൻസ് ഓർ വേഴ്സ് സ്റ്റുഡൻസ്. ഓക്കെ, ഈ കാറ്റഗറീസിൽ ഏത് കൂട്ടരാണ് കൂടുതൽ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്നതാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിലോട്ട് പോയി പോസ് ചെയ്ത് ഇതിൻ്റെ ആൻസേഴ്സ് ഗസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ എല്ലാ കേസിലും റൈറ്റ് സൈഡിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതെന്തുകൊണ്ടാണ്? സൈക്കോളജിസ്റ്റായ ജെയിംസ് പെന്നബേക്കർ അദ്ദേഹത്തിൻ്റെ ബുക്കായ ദ സീക്രട്ട് ലൈഫ് ഓഫ് പ്രൊനൗൺസിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ലോ സ്റ്റാറ്റസ് എന്ന് സ്വയം കരുതുന്നവരാണ് കൂടുതൽ സെൽഫ് റെഫറൻഷ്യലായി സംസാരിക്കുന്നത്. ഞാൻ, എൻ്റെ കാര്യം, ഞാൻ അന്ന് അങ്ങനെ ചെയ്തു, മീ, ഇതെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത് സ്വയം ലോ സ്റ്റാറ്റസ് ആയിട്ട് പെർസീവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിന് മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ എന്ന് എനിക്ക് തോന്നിയത്, ഓസ്കർ അവാർഡ്സിൽ, അക്കാഡമി അവാർഡ്സിൽ ആക്ടേഴ്സാണ് എപ്പോഴും ഡയറക്ടേഴ്സിനേക്കാൾ കൂടുതൽ അവാർഡ് കിട്ടുമ്പം ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഐ എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് ആക്ടേഴ്സാണ്. നൗ ഐ അണ്ടർസ്റ്റാൻഡ്, അക്കാഡമി അവാർഡ് വിന്നിങ് ആക്ടേഴ്സ് എന്ന് പറയുന്ന ലോ സ്റ്റാറ്റസ് അല്ല. പക്ഷെ ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹൈറാർക്കിക്കലി അവർ ലോവർ ആണ്. അതുകൊണ്ട് എപ്പോഴും ആക്ടേഴ്സാണ് കൂടുതൽ മീ, ഞാൻ എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഡയറക്ടേഴ്സ് അത് ഉപയോഗിക്കുന്നത് കുറവാണ്. നൗ ഇതിൻ്റെ റീസണും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ ബുക്കിൽ. ഒരാൾ എപ്പോഴും ഇങ്ങനെ സ്വന്തം കാര്യത്തെ പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ വിചാരിക്കും, എന്തൊരു ജാട, എന്തൊരു നാർസിസം, ഇയാൾക്ക് എപ്പോഴും സ്വന്തം കാര്യം പറ്റി മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഇത് തെറ്റാണ്. കൺസിസ്റ്റൻറ്റ് സെൽഫ് ഫോക്കസ്, എപ്പോഴും സ്വന്തം കാര്യത്തെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, ആക്ച്വലി അറൈസസ് ഫ്രം ഫീലിങ്സ് ഓഫ് വൾണറബിലിറ്റി ആൻഡ് ഇൻസെക്യൂരിറ്റി ആൻഡ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. നമ്മൾ ഇൻസെക്യൂർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആങ്ഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വൾണറബിൾ ആയിരിക്കുമ്പം നമ്മുടെ ഫോക്കസ് എല്ലാം നമ്മുടെ ഉള്ളിലോട്ടായിരിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സും എല്ലാം ഭയങ്കര ഇൻവേർട്ട് ഡയറക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻസെക്യൂറും ആങ്ഷ്യസും വൾണറബിളും ഡിപ്രസ്ഡും ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും സെൽഫ് റെഫറൻഷ്യലായിട്ട് കൂടുതൽ അവരുടെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അത് ജാട കൊണ്ടല്ല. പെന്നബേക്കറും കൊളീഗ്സും കൂടെ കോളേജ് സ്റ്റുഡൻസിൽ നടത്തിയൊരു സ്റ്റഡി അനുസരിച്ച് ഡിപ്രസ് സ്റ്റുഡൻസ് ആയിരുന്നു കൂടുതൽ സെൽഫ് റെഫറൻഷ്യലായിട്ട് സംസാരിക്കുന്നത്. ഞാൻ, എൻ്റെ കാര്യം, മീ, ഇതെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത് ഡിപ്രസ് സ്റ്റുഡൻസ് ആയിരുന്നു. ആൻഡ് ഡിപ്രഷനിൽ നിന്ന് പുറത്ത് വന്ന സ്റ്റുഡൻസ് ലെസ് സെൽഫ് റെഫറൻഷ്യലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. മീ, ഞാൻ എന്ന വാക്കുകൾ കുറച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് അത് അങ്ങനെയാണല്ലോ, നമ്മൾ ആങ്ഷ്യസോ ഡിപ്രസ്ഡോ ആയിരിക്കും നമ്മൾ കൂടുതൽ നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. എനിവേസ്, ദ പോയിന്റ് ഇസ് ദാറ്റ് സ്വയം ലോ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ലോ പവർ എന്ന് പെർസീവ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആങ്ഷ്യസോ ഇൻസെക്യൂറോ വൾണറബിളോ ഡിപ്രസ്ഡോ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ സെൽഫ് റെഫറൻഷ്യലായിട്ട് സംസാരിക്കുന്നത്. കൂടുതൽ അവരുടെ കാര്യം, ഞാൻ, മീ, ഇതെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ആൾക്കാരാണ്. ആങ്ഷ്യസ് ആവുന്നതോ ഇൻസെക്യൂർ ആവുന്നതോ വൾണറബിൾ ആവുന്നതോ ഡിപ്രസ്ഡ് ആവുന്നതൊന്നും ഒരിക്കലും ഒരു മോശം കാര്യമല്ല. അതുപോലെ തന്നെ സ്വയം ലോ സ്റ്റാറ്റസ് എന്ന് ഫീൽ ചെയ്യുന്നതും ഒരു മോശം കാര്യമല്ല. ബട്ട് ദ തിങ് ഇസ്, ഇറ്റ് ഇസ്ന്റ് പർട്ടിക്കുലർലി കരിസ്മാറ്റിക് ഐദർ. അതുകൊണ്ട് തന്നെ നമുക്ക് കരിസ്മാറ്റിക് ആണെന്ന് ആൾക്കാർക്ക് തോന്നണമെങ്കിൽ നമ്മൾ സെൽഫ് റെഫറൻഷ്യലായിട്ട് സംസാരിക്കുന്നത് കുറയ്ക്കണം. നമ്മൾ നമ്മുടെ കാര്യവും നമ്മളെപ്പറ്റി സംസാരിക്കുന്നതും നമ്മളിലേക്ക് അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നതും കുറയ്ക്കണം. ഇതാണ് ദ ഫസ്റ്റ് പാരഡോക്സ് ഓഫ് കരിസ്മ. ഡോണ്ട് ട്രൈ ടു ബി കരിസ്മാറ്റിക്. നിങ്ങളിലേക്ക് അറ്റൻഷൻ പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കരുത് മനഃപൂർവ്വം. ദ സെക്കൻഡ് പാരഡോക്സ് ഓഫ് കരിസ്മ ഇസ് ദിസ്: you attract people's attention by giving them yours. That is, you become charismatic by giving people your attention. നമ്മൾ മറ്റൊരാൾക്ക് ഫുൾ അറ്റൻഷൻ കൊടുക്കുമ്പോൾ
ദേ ഫീൽ സീൻ, ദേ ഫീൽ അണ്ടർസ്റ്റുഡ്. അതുകൊണ്ട് തന്നെ ദ ഈസിയസ്റ്റ് വേ ടു ബിക്കം കരിസ്മാറ്റിക് ഇസ് ടു മേക്ക് ദ അതർ പേഴ്സൺ ഫീൽ ലൈക്ക് ദേ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദ റൂം. മറ്റേ ആൾക്ക് നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ കൊടുക്കുക, ആൻഡ് മറ്റേ ആൾക്ക് നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ കൊടുക്കാൻ, നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ മറ്റേ ആളിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും എളുപ്പ വഴി എന്തെന്ന് വെച്ചാൽ അവരെ പറ്റി ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക. സോ നിങ്ങൾ മറ്റൊരാളുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ അവരെ പറ്റി അവരോട് ചോദിക്കുക. അപ്പോൾ അവർ അവരെ പറ്റി തന്നെ സംസാരിക്കാൻ തുടങ്ങും. ന്യൂറോ സയൻറ്റിസ്റ്റായ ഡയാന തമീർ കണ്ടുപിടിച്ചു, നമ്മളെപ്പറ്റി തന്നെ സംസാരിക്കുമ്പോൾ ഇറ്റ് ആക്ടിവേറ്റ്സ് ദ സെയിം ബ്രെയിൻ ഏരിയാസ് ആസ് മണി, സെക്സ് ആൻഡ് ചോക്ലേറ്റ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അവരെ പറ്റി തന്നെ സംസാരിക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഒരാളോട് അയാളെപ്പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ അയാളെപ്പറ്റി തന്നെ സംസാരിക്കും, അയാളുടെ ബ്രെയിൻ അത് ഇഷ്ടപ്പെടും, അതുകൊണ്ട് തന്നെ അയാൾക്ക് നമ്മളെ ഇഷ്ടപ്പെടും. ഇങ്ങനെയാണ് നമ്മൾ ഈസിലി കരിസ്മാറ്റിക് ആവുന്നത്. ആലിസൺ വുഡ് ബ്രൂക്സും കൊളീഗ്സും ഇത് ആക്ച്വലി ടെസ്റ്റ് ചെയ്തു. 2 പേര് ഇനിഷ്യലി മീറ്റ് ചെയ്യുമ്പോൾ, ലെറ്റ്സ് സേ ലൈക്ക് ഓൺ എ ഡേറ്റ്, ഒരു ഡേറ്റ് പോലത്തുള്ള സന്ദർഭത്തിൽ ആൾക്കാർ മീറ്റ് ചെയ്യുമ്പം എപ്പോഴും കൂടുതൽ സക്സസ്ഫുൾ ഡേറ്റ്സ് കിട്ടുന്നത് കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെയാണ്. കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെയാണ് എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടവും ഇനിയും മീറ്റ് ചെയ്യാൻ താല്പര്യവും. എനിവേസ്, ദ പോയിന്റ് ഇസ് ദിസ്: ദർ ആർ ഓൺലി 2 റൂൾസ് ടു ബിക്കമിങ് കരിസ്മാറ്റിക്. റൂൾ നമ്പർ 1, സ്റ്റോപ്പ് ട്രൈങ് ടു ബി കരിസ്മാറ്റിക്. റൂൾ നമ്പർ 2, ഫോക്കസ് ലെസ് ഓൺ യുവർ സെൽഫ് ആൻഡ് ഗിവ് യുവർ ഫുൾ അറ്റൻഷൻ ടു ദ അതർ പേഴ്സൺ. ഓക്കെ, സോ ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഒരു സക്സസ്ഫുൾ കരിയർ ഉണ്ടാക്കിയെടുക്കുന്നതിൽ മാറ്റർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ലക്ക്, യെസ്. ഇൻ്റലിജൻസ്, നോട്ട് സോ മച്ച്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, യെസ്. പാഷൻ, നോട്ട് സോ മച്ച്. കരിസ്മ, യെസ്. അടുത്തത് നമുക്ക് ക്രിയേറ്റിവിറ്റിയിലേക്ക് വരാം. ഒരു സക്സസ്ഫുൾ കരിയർ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ക്രിയേറ്റിവിറ്റി എത്ര മാറ്റർ ചെയ്യുന്നു? വെൽ, ഒബ്വിയസ്ലി നിങ്ങളൊരു ക്രിയേറ്റീവ് ഫീൽഡിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ റൈറ്റിംഗ് അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ ക്രിയേറ്റിവിറ്റി ആക്ച്വലി മാറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ല, നിങ്ങൾ റെഗുലർ ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്രിയേറ്റിവിറ്റി ആക്ച്വലി മാറ്റർ ചെയ്യുന്നുണ്ടോ കരിയർ സക്സസ്സിൽ? ഞാൻ നേരത്തെ ഐക്യുവിനെയും ബാസ്കറ്റ്ബോളിനെയും കമ്പയർ ചെയ്തില്ലേ? ഇൻ്റലിജൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി IQ 120 പോയിന്റ്സ് വരെ മാറ്റർ ചെയ്യുന്നുള്ളൂ, അതിന് മോളോട്ട് IQവും കരിയർ സക്സസ്സും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാന്ന്. എന്നിട്ട് നമ്മൾ IQവിനെയും ബാസ്കറ്റ്ബോളിനെയും തമ്മിൽ ലിങ്ക് ചെയ്തു, ഓർമ്മയില്ലേ? ബാസ്കറ്റ്ബോളിലും ഹൈറ്റ് ഇനിഷ്യലി മാറ്റർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു 6'5", 6'6" കഴിഞ്ഞാൽ ഹൈറ്റ് ആക്ച്വലി മാറ്റർ ചെയ്യുന്നില്ല. ഒരു 6'5" ഒരു 6'9" തമ്മിലുള്ള ആളുടെ ഹൈറ്റ് ഡിഫറൻസ് ആക്ച്വലി ബാസ്കറ്റ്ബോളിൽ മാറ്റർ ചെയ്യുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ പിന്നെ മാറ്റർ ചെയ്യുന്നത് എത്ര ഫാസ്റ്റ് ആണെന്നുള്ളതാണ്, എത്ര കോഡ് സെൻസ് ഉള്ളതെന്നാണ്. ഇതൊക്കെയാണ് ആക്ച്വലി മാറ്റർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ക്രിയേറ്റിവിറ്റി. ഇനിഷ്യലി ഇൻ്റലിജൻസ് ആണ് മാറ്റർ ചെയ്യുന്നത് കരിയർ സക്സസ്സിൽ, 120 വരെ, അബോവ് ആവറേജ് ഇൻ്റലിജൻസ് വരെ. പക്ഷേ 120ക്ക് ശേഷം പിന്നെ ക്രിയേറ്റിവിറ്റി മാറ്റർ ചെയ്ത് തുടങ്ങും. ഇതുകൊണ്ട് തന്നെ നമ്മൾ നോബൽ പ്രൈസ് വിന്നേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും 120, 130 ഉള്ള IQ ഉള്ളവരായിരിക്കും, പക്ഷേ അതേസമയം നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളവരുമായിരിക്കും. കാരണം 120 IQ പോയിൻറ്റ്സിന് ശേഷം ഇൻ്റലിജൻസ് പിന്നെ മാറ്റർ ചെയ്യുന്നില്ല, ക്രിയേറ്റിവിറ്റിയാണ് മാറ്റർ ചെയ്ത് തുടങ്ങുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ടെസ്റ്റ് തരാം. ഇതിനെ നമ്മൾ ഡൈവേർജൻസ് ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ടെസ്റ്റ് വളരെ സിമ്പിളാണ്. ഞാൻ ഈ ടെസ്റ്റ് തരുന്ന ഉടനെ നിങ്ങൾക്കൊരു 30 സെക്കൻഡ് വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇസ് ദിസ്: റൈറ്റ് ഡൗൺ ആസ് മെനി യൂസസ് ആസ് യു ക്യാൻ ഓഫ് എ ബ്ലാങ്കറ്റ്. ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, ഒരു പുതപ്പുണ്ട്, എന്തൊക്കെ ഗുണങ്ങൾ, എന്തൊക്കെ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് ആലോചിക്കാമോ അതെല്ലാം എഴുതിയിടുക. ഓക്കെ, 30 സെക്കൻഡ് നിങ്ങൾക്ക് പോസ് ചെയ്ത് ആൻസേഴ്സ് മനസ്സിലാലോചിക്കാം, അല്ലെങ്കിൽ എഴുതിയിടാം. ഐ റിക്വസ്റ്റ് ദറ്റ് യു ഡു ദിസ് ടെസ്റ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓർക്കുക, ഈ ആൻസേഴ്സ് അത്ര ലോജിക്കൽ ആവണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വിയേർഡായിട്ടുള്ള സാധനവും ഫണ്ണി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എഴുതാം. ലോജിക്ക് ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം. നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും, അതിന് ലോജിക്ക് വേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, വീഡിയോ 20 to 30 seconds പോസ് ചെയ്തിട്ട് ആൻസേഴ്സ് ആലോചിക്കുക, അല്ലെങ്കിൽ എഴുതിയിടുക. ഓക്കെ, നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതി കാണും എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ആസ് ഐ സെഡ്, ഈ ടെസ്റ്റിനെ നമ്മളൊരു ഡൈവേർജൻസ് ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് മെഷർ ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. വീഡിയോ തുടങ്ങിയപ്പം നമ്മൾ റേവൻസ് കൺവേർജൻസ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞു. അത് മെഷർ ചെയ്യുന്നത് IQ ആണ്. കൺവേർജൻസ് ടെസ്റ്റും ഡൈവേർജൻസ് ടെസ്റ്റും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. റേവൻസ് കൺവേർജൻസ് ടെസ്റ്റിൽ നമ്മൾ കുറേ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസറിലേക്ക് കൺവേർജ് ചെയ്യുകയാണ്, ഒരൊറ്റ കറക്റ്റ് ആൻസറിലേക്ക് കൺവേർജ് ചെയ്യുകയാണ്. ഡൈവേർജൻസ് ടെസ്റ്റിൽ നമ്മൾ മാക്സിമം ആൻസേഴ്സിലേക്ക് ഡൈവേർജ് ചെയ്യാണ്, മാക്സിമം എന്തൊക്കെ ആൻസേഴ്സ് എഴുതാൻ പറ്റുമെന്ന് നോക്കുകയാണ്. നോ, ആസ് എ സെഡ്, ഡൈവേർജൻസ് ടെസ്റ്റ് ക്രിയേറ്റിവിറ്റി അളക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്രിയേറ്റീവ് അല്ലാത്തൊരു നോൺ ക്രിയേറ്റീവ് പേഴ്സൺ ഡൈവേർജൻസ് ടെസ്റ്റിൻ്റെ ആൻസർ എഴുതുന്ന പ്രോബ്ലം ഇങ്ങനെ ആയിരിക്കും: വാട്ട് ആർ ദ യൂസ് ഓഫ് എ ബ്ലാങ്കറ്റ്? 1, to keep warm. 2, as a hammock. കഴിയും.
അയാളുടെ ആൻസേഴ്സ് ഇവിടെ കഴിഞ്ഞു. അതേസമയം ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ഈ സമയം കൊണ്ട് കുറേ ഇന്നോവേറ്റീവ് ആൻസേഴ്സ് ആലോചിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ടു യൂസ് ഓൺ എ ബെഡ്, ആസ് എ ടെൻറ്റ്, ആസ് എ കവർ ഫോർ സീക്രട്ട് സെക്സ് ഇൻ ദ ഫോറസ്റ്റ്, ആസ് എ ടവൽ, ടു ക്യാച്ച് പീപ്പിൾ ജമ്പിങ് ഔട്ട് ഓഫ് ബേണിംഗ് ബിൽഡിങ്സ്, ടു മേക്ക് എ ഹ്യൂമൻ ഷവർമ. ഈ ആൻസേഴ്സ് എല്ലാം റിഡിക്കുലസ് ആണ്, ഇത് സെൻസ് ഉണ്ടാക്കുന്നില്ല, പക്ഷേ ഇത് ക്രിയേറ്റീവ് ആണ്. അതാണല്ലോ ഈ ഡൈവേഴ്സ് ടെസ്റ്റിന്റെ പോയിന്റ്. ലോജിക്കൽ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇന്നോവേറ്റീവ് ആയാൽ മതി. ഇങ്ങനെയാണ് ക്രിയേറ്റീവ് ആൾക്കാർ. നമ്മൾ ആ ക്രിയേറ്റീവ് ആളിൻ്റെ ആൻസേഴ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അയാളുടെ മനസ്സ് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുക, ഒരു ഐഡിയ ടു മറ്റേ ഐഡിയ ടു മറ്റേ ഐഡിയ. ഇതുകൊണ്ടാണ് ക്രിയേറ്റിവിറ്റി ഇത്ര മാറ്റർ ചെയ്യുന്നത്. 120 IQ പോയിന്റ്സിന് ശേഷം നമ്മുടെ ബുദ്ധി അല്ല മാറ്റർ ചെയ്യുന്നത്, നമ്മുടെ മനസ്സിന് ഏതൊക്കെ ഡിഫറെൻറ്റ് രീതിയിൽ ചിന്തിക്കാൻ പറ്റും എന്നതാണ് മാറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി നമ്മുടെ കരിയർ സക്സസ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കരിയറിൽ ഏറ്റവും സക്സസ്ഫുൾ ആവുന്നത് ഒരു അബോവ് ആവറേജ് ഐക്യവും അതേസമയം കുറച്ച് ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? ഒരു സക്സസ്ഫുൾ കരിയറിന് എന്തൊക്കെയാണ് മാറ്റർ ചെയ്യുന്നത്? ലക്ക്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, കരിസ്മ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഈ 4 കാര്യങ്ങൾ മാറ്റർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് മാറ്റർ ചെയ്യാത്തത്? ഇൻ്റലിജൻസ് നോട്ട് സോ മച്ച്. ഒരു അബോവ് ആവറേജ് ഇൻ്റലിജൻസ് ഉണ്ടായാൽ മതി, അതിന് മുകളിൽ ഇൻ്റലിജൻസ് ഉണ്ടായിട്ട് കാര്യമല്ല. പാഷൻ ഡസ് നോട്ട് മാറ്റർ. ഫൈനലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററിലേക്ക് വരാം. നമ്മൾ ആദ്യം അനലൈസ് ചെയ്യാനിരുന്ന 7 പാരാമീറ്റേഴ്സിലെ ഫൈനൽ വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഹാർഡ് വർക്ക്. നമുക്ക് നമ്മുടെ കരിയറിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഹാർഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? വെൽ, ഇതിൻ്റെ ആൻസർ കുറച്ച് ഓബ്വിയസ് ആണ്. ആക്ച്വലി ഏത് കുട്ടിക്കും അറിയാം എൻ്റെ ആൻസർ എന്താണ്. ഹാർഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ ഹാർഡ് വർക്കിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് ഹാർഡ് വർക്ക്? ഹാർഡ് വർക്കിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് 2 രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുത്ത് ഹാർഡ് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രെയിൻ ഉപയോഗിച്ച് ഹാർഡ് വർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ബൈ പുട്ടിങ് ഇൻ എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ബൈ പുട്ടിങ് ഇൻ എ ലോട്ട് ഓഫ് മെൻ്റൽ സ്ട്രെയിൻ. കൺവെൻഷണൽ വിസ്ഡം അനുസരിച്ച് ഒരുപാട് സമയമെടുത്ത് പണിയെടുക്കുന്ന ഒരു നല്ല കാര്യമാണ്. ഓഫീസിൽ നമ്മൾ കണ്ടിട്ടില്ലേ, 6-7 മണിക്കൂർ നിർത്താതെ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്ന് പണിയെടുക്കുന്നവൻ കേമൻ, ബോസിനൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം കൺവെൻഷണൽ വിസ്ഡം അത് തന്നെയാണ്. എത്ര സമയമെടുത്ത് പണിയെടുക്കുന്നോ അത്രയും നല്ല കാര്യം. പഴയ സ്റ്റഡീസ് അനുസരിച്ച് ഏതൊരു ഫീൽഡിലും ഒരു എക്സ്പേർട്ട് ആവണമെങ്കിൽ നമ്മൾ ആ ഫീൽഡിൽ 10,000 മണിക്കൂർ ചിലവഴിക്കണമെന്നാണ്. അത് ടീച്ചിങ്ങിലാവട്ടെ, കോഡിങ്ങിലാവട്ടെ, ഫുട്ബോളിലാവട്ടെ, ആക്ടിങ്ങിലാവട്ടെ, എന്ത് ഫീൽഡിലും ആവട്ടെ 10,000 മണിക്കൂർ ചിലവാക്കിയാലേ നമുക്കൊരു എക്സ്പേർട്ട് ആവാൻ സാധിക്കുമെന്നാണ്. പക്ഷേ ഈ വിസ്ഡം കുറച്ച് തെറ്റാണ്. നീൽ ഷാർനസും മറ്റ് പല സൈക്കോളജിസ്റ്റും നടത്തിയിട്ടുള്ള മൾട്ടിപ്പിൾ സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട് എത്ര സമയം ചുമ്മാ പണിയെടുക്കുന്നു എന്നതിലല്ല കാര്യം, എത്ര സമയം ഡെലിബറേറ്റ് പ്രാക്ടീസിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഓർ ടു പുട്ട് ഇറ്റ് ദിസ് വേ, എത്ര മെൻ്റൽ സ്ട്രെയിൻ നിങ്ങൾ എടുക്കുന്നു എന്നതിലാണ് കാര്യം. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഡെലിബറേറ്റ് പ്രാക്ടീസ്. എന്താണ് ഡെലിബറേറ്റ് പ്രാക്ടീസ്? ഡെലിബറേറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ നിങ്ങൾ എത്ര കോൺസെൻട്രേഷനോടെ സ്റ്റഡി ചെയ്യുന്നു, നിങ്ങൾ എത്ര ഡിഫിക്കൾട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു, നിങ്ങൾ കൂടുതൽ ഡിഫിക്കൾട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നോ, നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾ അതിനെപ്പറ്റി വീഡിയോസ് കാണുന്നു, നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് നിങ്ങൾ അപ്പം ക്ലിയർ ചെയ്യുന്നു, നിങ്ങൾ എത്ര കൂടുതൽ മെൻ്റൽ സ്ട്രെയിൻ അതിൽ ഇടുന്നു എന്നതാണ് ഡെലിബറേറ്റ് പ്രാക്ടീസ്. It has been proven that over multiple career paths, deliberate practice ആണ് നിങ്ങളെ ടോപ്പിൽ എത്തിക്കാൻ പോകുന്നത്. ചെസ്, ഫിസിക്സ്, കോഡിംഗ്, റൈറ്റിംഗ്, ആക്ടിംഗ്, ടൈപ്പിംഗ്, ഡാൻസ്, മ്യൂസിക്, സ്പോർട്സ്, ഇതിലെല്ലാം ഡെലിബറേറ്റ് പ്രാക്ടീസ് ആണ് കരിയർ സക്സസ്സിലേക്കുള്ള വഴി. ഞാൻ നിങ്ങൾക്ക് 2 എക്സാമ്പിൾസ് ഇട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കോഡറാണ്, നിങ്ങൾക്ക് ഒരു കോഡിംഗ് ലാംഗ്വേജ് അറിയോ, ലെറ്റ്സ് സേ നിങ്ങൾക്ക് പൈത്തൺ മാത്രമേ അറിയൂ. ആൻഡ് പൈത്തണിലെ എല്ലാ ഫംഗ്ഷനാലിറ്റീസും ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, അതിൽ നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് ഡെയിലി വരുന്ന വർക്കെല്ലാം നിങ്ങൾ അത് ഉപയോഗിച്ച് ചെയ്യും. ഒരു 2-3 വർഷമായിട്ട് നിങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയല്ല നിങ്ങൾ ഈ ഫീൽഡിൽ കരിയർ സക്സസ് അച്ചീവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഫീൽഡിൽ കരിയർ സക്സസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡെലിബറേറ്റ് പ്രാക്ടീസ് ചെയ്യണം. ഡെലിബറേറ്റ് പ്രാക്ടീസ് ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? പൈത്തൺ മാത്രമല്ല, മറ്റ് കോഡിംഗ് ലാംഗ്വേജും പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പൈത്തണിൻ്റെ മറ്റ് ഫംഗ്ഷനാലിറ്റീസ് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഇപ്പോൾ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ അത് ഒരു ലോജിക്ക് ഇട്ട് വരെ മൾട്ടിപ്പിൾ ലോജിക്ക് ഇട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ അൽഗോരിതംസ് മനസ്സിലാക്കുക. ഇതാണ് ഈ കേസിൽ ഡെലിബറേറ്റ് പ്രാക്ടീസ് ആവുന്നത്. അല്ലെങ്കിൽ ലെറ്റ്സ് സേ നിങ്ങൾ എക്സൽ ഷീറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് കുറച്ച് എക്സൽ ഷോർട്ട് കട്ട്സ് അറിയാം, അതിട്ട് നിങ്ങളുടെ വർക്ക് സുഖമായിട്ട് നിങ്ങൾ ചെയ്തു പോകുന്നു, വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്നു. ഇങ്ങനെയല്ല നിങ്ങൾ ഈ ഫീൽഡിൽ കരിയർ സക്സസ് അച്ചീവ് ചെയ്യുന്നത്. നിങ്ങൾ ഡെലിബറേറ്റ് പ്രാക്ടീസ് ചെയ്യണം.
നിങ്ങൾ അഡ്വാൻസ്ഡ് എക്സലിൻ്റെ ഒരു കോഴ്സ് എടുക്കണം, അത് മനസ്സിലാക്കണം. എക്സലിലെ മറ്റ് ഷോർട്ട് കട്ട്സ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി ചെയ്യുന്ന കാര്യം എങ്ങനെ ഒരു കോഡ് ഇട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കണം. ഇതാണ് ഈ ഫീൽഡിലെ ഡെലിബറേറ്റ് പ്രാക്ടീസ്. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ, നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് 2 പേജ് കാണാതെ പഠിക്കാനുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് കാണാതെ പഠിക്കുന്നത്? ഈ 2 പേജ് ഒരു 100 തവണ ഇങ്ങനെ വായിക്കും, കുറേ സമയം എടുത്ത്. ഇങ്ങനെയല്ല നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഡെലിബറേറ്റ് പ്രാക്ടീസ് ഇടണം. നിങ്ങൾ 1-2 തവണ വായിച്ചിട്ട് ബുക്ക് അടച്ചു വെച്ചിട്ട് മെൻ്റൽ സ്ട്രെയിൻ ഇട്ട് ഓരോ വാക്ക് ഓർത്തെടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ വായിക്കുന്നതെല്ലാം നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കണം. വായിക്കുന്ന ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതാണ് ഇവിടുത്തെ ഡെലിബറേറ്റ് പ്രാക്ടീസ്. ഡെലിബറേറ്റ് പ്രാക്ടീസ് ആണ് നിങ്ങളെ കരിയർ സക്സസ്സിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒരുപാട് സമയമെടുത്ത് മൈൻഡ്ലെസ്ലി ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരു കാര്യം ചെയ്യുന്നതല്ല. വീണ്ടും വീണ്ടും ഒരു കാര്യം സമയമെടുത്ത് ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഡെലിബറേറ്റ് പ്രാക്ടീസ്, മെൻ്റൽ സ്ട്രെയിൻ അത് എടുക്കുന്നതിലാണ് ഏറ്റവും കാര്യം. നിങ്ങളുടെ ഫീൽഡ് ഉയരങ്ങളിൽ എത്തിക്കാൻ പോകുന്നതും അത് തന്നെയാണ്. ഓർക്കുക, ഇവിടെ ഡെലിബറേറ്റ് പ്രാക്ടീസിൽ മെൻ്റൽ സ്ട്രെയിൻ എടുക്കണമെന്ന് ഞാൻ പറയുന്നത് നിങ്ങളെ തളർത്തുന്ന രീതിയിലുള്ള മെൻ്റൽ സ്ട്രെയിൻ എടുക്കണമെന്നല്ല. പക്ഷേ നിങ്ങൾക്ക് സ്ലൈറ്റ്ലി ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന അർത്ഥമില്ല. എപ്പോഴും കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, വായിക്കാൻ ശ്രമിക്കുക, അതിനെപ്പറ്റി വീഡിയോസ് കാണാൻ ശ്രമിക്കുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക, കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ഫീൽഡിൽ നമ്മൾ മുന്നേറാൻ പോകുന്നത്. ഇതിൻ്റെ ന്യൂറോ സയൻറ്റിഫിക് റീസണും ഉണ്ട്. നിങ്ങൾ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ബേസ്ഡ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ പറ്റി അറിയായിരിക്കും. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് സ്ട്രക്ചറലി ഫംഗ്ഷനലിയും ചേഞ്ച് ചെയ്യാനുള്ള കഴിവാണ്. ലിറ്ററലി നമ്മുടെ ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസിൻ്റെ സൈസിന് കൂടാനും കുറയാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ സർക്യൂട്ടറിക്ക്, ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന് വേറെ വേറെ രീതിയിൽ ഫ്ലോ ചെയ്യാനും പറ്റും. ഒരേ സർക്യൂട്ട് ഫ്ലോ ചെയ്യുന്നതിന് പകരം പുതിയ സർക്യൂട്ട്സിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റും. നമ്മൾ ഡെലിബറേറ്റ് പ്രാക്ടീസിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ, നമ്മൾ പുതിയ രീതികളിൽ ഒരു കാര്യം അപ്രോച്ച് ചെയ്യാൻ പഠിക്കുമ്പോൾ, കൂടുതൽ മെൻ്റൽ സ്ട്രെയിൻ എടുക്കുമ്പോൾ, കൂടുതൽ അറിവ് നേടുമ്പോൾ നമ്മുടെ ഈ ന്യൂറൽ സർക്യൂട്ടറി ഒക്കെ റീവയർ ആവും. നമ്മൾ വേറെ വേറെ രീതികളിൽ ചിന്തിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മൾ ഒരേ കാര്യം തന്നെ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരൊറ്റ സർക്യൂട്ട് തന്നെയാണ് വീണ്ടും 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 സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് രീതികളിൽ തിങ്ക് ചെയ്യാൻ പഠിക്കില്ല. സോ നിങ്ങൾ ഡെലിബറേറ്റ് പ്രാക്ടീസ് എടുക്കുക. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് മിയർ സമയമെടുത്ത് ചുമ്മാ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നതല്ല. ഡെലിബറേറ്റ് പ്രാക്ടീസിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഡെലിബറേറ്റ് പ്രാക്ടീസാണ് നിങ്ങളെ കരിയർ സക്സസ്സിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് ഇറ്റ്. നമ്മൾ ആദ്യം അനലൈസ് ചെയ്യാൻ തീരുമാനിച്ച 7 ഫാക്ടേഴ്സും നമ്മൾ അനലൈസ് ചെയ്തു. ഒരു സക്സസ്ഫുൾ കരിയർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് ആവശ്യമില്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി ഞാൻ ഒരു 2 മിനിറ്റിൽ ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്യാം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്ത ലക്കാണ്. ഒരു സക്സസ്ഫുൾ കരിയർ ഉണ്ടാക്കാൻ ലക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ രീതികളിൽ ഭാഗ്യം നമ്മുടെ കരിയർ സക്സസ്സിനെ എഫക്റ്റ് ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ അനലൈസ് ചെയ്തത് ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ് ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു അബോവ് ആവറേജ് ഇൻ്റലിജൻസ് മതി. അതിൽ കൂടുതൽ ഇൻ്റലിജൻസ് ഉണ്ടായിട്ട് അത് കരിയർ സക്സസ്സിനെ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നമ്പർ 3, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും വരുന്നവർക്ക് റിച്ചും മിഡിൽ ക്ലാസ്സിനേക്കാൾ ഓപ്പർച്യൂണിറ്റീസും കുറവായിരിക്കും. അവർക്ക് അവരുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രാക്ടിക്കൽ ഇൻ്റലിജൻസും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കൂടുതൽ നെറ്റ്വർക്ക് ചെയ്യുകയും കൂടുതൽ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുകയും വേണ്ടി വരും. ഒരേ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ റിച്ചും മിഡിൽ ക്ലാസ്സിലുള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പൂവർ ആൾക്കാരെക്കാൾ. നമ്പർ 4, പാഷൻ. ഒരു പ്രീ എക്സിസ്റ്റിംഗ് പാഷൻ വേണം എന്നത് ഇമ്പോർട്ടൻ്റ് അല്ല കരിയർ സക്സസ്സിന്. പാഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത്തിരി ഇഷ്ടമുള്ളൊരു ജോലി കണ്ടുപിടിച്ച് അതിൽ ഒരുപാട് വർക്ക് ചെയ്ത് അതിൽ നമ്മളൊരു മാസ്റ്റർ ആകുമ്പോൾ ആൾക്കാർ നമ്മളെ പ്രശംസിച്ചു തുടങ്ങും. അത് നമുക്ക് മോട്ടിവേഷൻ ആവും. നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യും. ഇവൻച്വലി ഇങ്ങനൊരു സൈക്കിളിൽ ആ ജോലി നമ്മുടെ പാഷനായി മാറും. നമ്പർ 5, കരിസ്മ. കരിയർ സക്സസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതൊരു വർക്ക് പ്ലേസിലും നമ്മുടെ കൊളീഗ്സിൻ്റെയും നമ്മുടെ ബോസിൻ്റെയൊക്കെ സ്നേഹവും അറ്റൻഷനും ഒക്കെ പിടിച്ചു പറ്റാൻ കഴിയുന്നത് ഒരു നല്ല കാര്യമാണ്. കരിസ്മാറ്റിക് ആവണമെങ്കിൽ ദർ ഓൺലി 2 റൂൾസ് ഓർ ദ 2 പാരഡോക്സ് ഓഫ് കരിസ്മ. ദ ഫസ്റ്റ് പാരഡോക്സ് ഇസ് ഡോണ്ട് ട്രൈ ടു ബി കരിസ്മാറ്റിക്. നിങ്ങളിലേക്ക് അറ്റൻഷൻ പിടിച്ചു പറ്റാനും നിങ്ങളെപ്പറ്റി തന്നെ എപ്പോഴും സംസാരിക്കാനും ശ്രമിക്കരുത്. അത് ഇൻസെക്യൂരിറ്റിയുടെ വൾണറബിലിറ്റിയുടെ ഒക്കെ ഒരു സൈനാണ്. ഇറ്റ് മേക്സ് യു ലെസ് കരിസ്മാറ്റിക്. ദ സെക്കൻഡ് പാരഡോക്സ് ഓഫ് കരിസ്മ ഇസ് ദാറ്റ് യു ഗെയിൻ പീപ്പിൾസ് അറ്റൻഷൻ ബൈ ഗിവിങ് ദം യോർസ്. ആൾക്കാരുടെ ശ്രദ്ധ നിങ്ങൾക്ക് പിടിച്ചു പറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ശ്രദ്ധ ആൾക്കാർക്ക് കൊടുക്കണം. യു ബിക്കം കരിസ്മാറ്റിക് ബൈ ഗിവിങ് പീപ്പിൾ യുവർ അറ്റൻഷൻ. അടുത്തത് നമ്മൾ അനലൈസ് ചെയ്ത പോയിന്റ് നമ്പർ 6, ക്രിയേറ്റിവിറ്റി കരിയർ സക്സസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് മാറ്റർ ചെയ്യില്ല. അബോവ് ആവറേജ് ഇൻ്റലിജൻസ് എത്തുന്നവരെ കരിയർ സക്സസ്സിൽ ഇൻ്റലിജൻസ് മാറ്റർ ചെയ്യും. ആ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ക്രിയേറ്റിവിറ്റിയാണ് മാറ്റർ ചെയ്ത് തുടങ്ങുന്നത്. അതായത് നിങ്ങൾക്ക് അബോവ് ആവറേജ് ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ പിന്നെയും ഇൻ്റലിജൻസ് കൂടുന്നതിനേക്കാളും നല്ലത് പിന്നെ ക്രിയേറ്റിവിറ്റി കൂടുന്നതാണ്. ഏറ്റവും കരിയർ സക്സസ് അച്ചീവ് ചെയ്യുന്നത് ഒരു അബോവ് ആവറേജ് ഇൻ്റലിജൻസും അതേസമയം ക്രിയേറ്റിവിറ്റിയും ഉള്ള ആൾക്കാരാണ്. ആൻഡ് നമ്പർ 7, ഹാർഡ് വർക്ക്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ.
കരിയർ സക്സസിൽ ഏറ്റവും അധികം മാറ്റർ ചെയ്യുന്നത് ഹാർഡ് വർക്കാണ്. പക്ഷെ നമുക്ക് രണ്ട് രീതികളിൽ ഹാർഡ് വർക്ക് ചെയ്യാം. ഒരുപാട് ടൈം എടുത്ത് ഹാർഡ് വർക്ക് ചെയ്യാം, ഒരുപാട് മെൻ്റൽ സ്ട്രെയിൻ ഇട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ഒരുപാട് ടൈം ഇട്ട് പക്ഷേ ഒരേ കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയല്ല നമ്മൾ കരിയർ സക്സസ് അച്ചീവ് ചെയ്യുന്നത്. മെൻ്റൽ സ്ട്രെയിൻ ഉപയോഗിച്ച് ഒരു കാര്യം ഫോക്കസ് ചെയ്ത് സ്റ്റഡി ചെയ്ത് അതിനെപ്പറ്റി വായിച്ച് അതിനെപ്പറ്റി വീഡിയോസ് കണ്ട് അറിവ് നേടി നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൂടുതൽ ചാലഞ്ചിങ് പ്രോബ്ലംസ് അതിനെപ്പറ്റി സോൾവ് ചെയ്ത് ഇങ്ങനെ ഡെലിബറേറ്റ് പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. മെൻ്റൽ സ്ട്രെയിൻ ഇട്ടാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. അതാണ് കരിയർ സക്സസിലേക്ക് നമ്മളെ നയിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് ഇറ്റ്. കരിയറിനെ പറ്റിയുള്ള ഈ ഡിസ്കഷൻ കഴിഞ്ഞു. ഒരു സക്സസ്ഫുൾ കരിയർ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് ആവശ്യമില്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആസ് യൂഷ്വൽ ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡൈഗ്രസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കരിയറിനെ പറ്റി മാത്രം അറിയാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓൾറെഡി കുറേ നേരമായെന്ന് എനിക്കറിയാം. പക്ഷേ കരിയറുമായി ബന്ധപ്പെട്ട സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയണമെങ്കിൽ അടുത്തൊരു 5 മിനിറ്റും കൂടെ കേൾക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ ചില തോട്ട്സ് ആണ്. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. നോ, നിങ്ങളിൽ ചിലർക്ക് ചിലപ്പോൾ ഈ കരിയർ അഡ്വൈസിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ സോർട്ടഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒരു ടോപ്പ് പൊസിഷനിലായിരിക്കാം. നിങ്ങൾക്കറിയേണ്ടത് മറ്റൊരു കാര്യമായിരിക്കാം. നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞനിയനെ അനിയത്തിയെ ഇവരെ എങ്ങനെ അവരുടെ കരിയറിൽ ഒരു വലിയ നിലയിൽ എത്തിക്കാൻ പറ്റും. നാളെ എൻ്റെ മകനെ ഒരു വലിയ കളക്ടറായി കാണണം, അല്ലെങ്കിൽ എൻ്റെ മകളെ ഒരു വലിയ ഡോക്ടറായി കാണണം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ സൊല്യൂഷൻ തരാം. 1 സിംഗിൾ അഡ്വൈസ്. നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഒരു വലിയ കരിയറിൽ കണ്ടെത്തണമെങ്കിൽ there is only one thing that you should know. It is this: the single largest predictor of a child's academic and eventual career success is whether or not their parents have read to them in their childhood. I repeat, the single largest predictor of a child's academic and eventual career success is whether or not their parents have read to them in their childhood. ഒരുപാട് സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട്, കുട്ടികൾ പഠിച്ച് വലിയ ആൾക്കാരാവുമോ എന്ന് തീരുമാനിക്കുന്ന നമ്പർ 1 ഫാക്ടർ അവരുടെ പാരൻസ് അവർക്ക് കുഞ്ഞുനാളിൽ വായിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കുക. അത് എന്ത് പുസ്തകം ആയിക്കോട്ടെ, ബാലരമ ആയിക്കോട്ടെ, കളിക്കുടയൊക്കെ ആയിക്കോട്ടെ, കോമിക് ബുക്സ് ആയിക്കോട്ടെ, കഥാപുസ്തകം ആയിക്കോട്ടെ, സയൻസ് ബുക്സ് ആയിക്കോട്ടെ, നോൺ ഫിക്ഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കുക. അവരിൽ വായന ശീലം ഉണ്ടാക്കിയെടുക്കുക. ക്യൂരിയോസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ, അറ്റൻഷൻ സ്പാൻ കൂട്ടാൻ, ഇതിനെല്ലാം വായനയേക്കാൾ ഒരു ബെറ്റർ ഹോബി ഇല്ല. പക്ഷെ സാഡ്ലി ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഞാനും ആസ് എ ഏജ് ഞാൻ ഈ ഇടയ്ക്ക് ചില മാരീഡ് കപ്പിൾസിനോട് ഹാങ് ഔട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഞാൻ വിത്തൗട്ട് എക്സെപ്ഷൻ ഒബ്സർവ് ചെയ്തതാണ് ഈ മാരീഡ് കപ്പിൾസ് എല്ലാം അവരുടെ കുഞ്ഞുങ്ങൾ ബഹളം വയ്ക്കുമ്പം കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് സ്മാർട്ട് ഫോൺസ്, സോഷ്യൽ മീഡിയ എല്ലാം കൊടുക്കുകയാണ്. സിമ്പിളാണല്ലോ, കുഞ്ഞുങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, അവർക്ക് ഇത്തിരി സ്വൈര്യം കിട്ടും. പക്ഷേ ദിസ് ഇസ് ദ വേഴ്സ്റ്റ് തിങ് യു ക്യാൻ ഡു ടു എ ചൈൽഡ്സ് മെൻ്റൽ ഹെൽത്ത്, അക്കാഡമിക് സക്സസ് ആൻഡ് ഇവൻച്വൽ കരിയർ സക്സസ്. ഞാൻ ചുമ്മാ റാൻഡ് ചെയ്യുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ തരാം. ലെറ്റ്സ് സേ സം ടൈം ഇൻ ടു ദ ഫ്യൂച്ചർ, ഓക്കെ, വേ ഇൻ ടു ദ ഫ്യൂച്ചർ, നിങ്ങളുടെ കുഞ്ഞിന് 10 വയസ്സായി, 10ാമത്തെ പിറന്നാളാണ്. പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലൊരു വിഷണറി ബില്യണയർ എത്തി, ഇലോൺ മസ്കിനെ പോലത്തെ ഒരാൾ. ഞാൻ ഈ വിഷണറി ബില്യണയർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങളുടെ മകൾ, ലെറ്റ്സ് സേ നിങ്ങൾക്കൊരു മകളാണ്, നിങ്ങളുടെ മകളുടെ ജീനോം അയാൾ നിങ്ങൾ അറിയാതെ അനലൈസ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളുടെ മകളുടെ സ്റ്റഡീസ് ഒബ്സർവ് ചെയ്തു. അതിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങളുടെ മകൾ ഒരു മിടുക്കിയാണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളെ മാർസിലേക്ക് പോകാനുള്ളൊരു പ്രോഗ്രാമിന് സെലക്ട് ചെയ്യുകയാണെന്ന്, അതിൽ വിടാൻ നിങ്ങൾക്ക് സമ്മതമാണെന്ന്. അപ്പം നിങ്ങൾക്ക് ഈ മാർസിലേക്ക് പോകുന്ന ഒരു റിലേറ്റീവ്ലി ന്യൂ ടെക്നോളജിയാണ്, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവ് അറിഞ്ഞുകൂടാ. സോ നിങ്ങൾ ആ ബില്യണറും ചോദിക്കും ഇത് സേഫ് ആണോ എന്ന്. അപ്പോൾ പുള്ളി പറയും ഒന്നും പേടിക്കാനില്ല, ഓക്സിജൻ ഉണ്ട്, ഫുഡുണ്ട്, വാട്ടർ ഉണ്ട്, എല്ലാത്തിനും വേണ്ട അറേഞ്ച്മെന്റ്സ് മാർസിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താമസ സൗകര്യമൊക്കെ അടിപൊളിയായിരിക്കും, എന്റർടൈൻമെന്റ് ഉണ്ട്, കുട്ടി ഹാപ്പി ആയിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ മകളോട് ചോദിക്കും മോക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന്. മകളും പറയും പോകാൻ താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു, മോളുടെ ചില ഫ്രണ്ട്സും ഒക്കെ പോകുന്നുണ്ട്, അവരുടെ കൂടെ പോകാൻ റെഡിയാണെന്ന്. പക്ഷേ വെയിറ്റ്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ അയക്കുന്നില്ല, നിങ്ങൾ തന്നെ കുറച്ച് റിസർച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ റിസർച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന മാർസിൽ ഒരു പ്രൊട്ടക്റ്റീവ് മാഗ്നറ്റോസ്ഫിയർ ഇല്ല. അതുകൊണ്ട് തന്നെ സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ നിങ്ങളുടെ കുഞ്ഞിനെ ഹിറ്റ് ചെയ്യും. അത് നിങ്ങളുടെ കുഞ്ഞിനെ ലോങ് ടേമിൽ ബാധിക്കും. അതുപോലെ തന്നെ മാർസിലെ ഗ്രാവിറ്റിയും വളരെ വീക്കാണ്, അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ എല്ലുകളെ ബാധിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയ നിങ്ങൾ താങ്ക്ഫുള്ളി നിങ്ങളുടെ കുഞ്ഞിനെ ഈ പ്രോഗ്രാമിന് അയക്കുന്നില്ല. ഗുഡ്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചു. നൗ ഇതേ സെയിം കാര്യമാണ്
സ്മാർട്ട് ഫോൺസിന്റെയും സോഷ്യൽ മീഡിയയുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത്. ചില വിഷണറി ബില്യണേഴ്സ് വന്നിട്ട് ഒരു റിലേറ്റീവ്ലി ന്യൂ ടെക്നോളജി തുടങ്ങി, സോഷ്യൽ മീഡിയ. എന്നിട്ട് പറയാണ് അത് പെർഫെക്റ്റ്ലി ഓക്കെയാണ്, ഷോർട്ട് ടേമിൽ ഒന്നും സംഭവിക്കില്ല, ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം, കുഞ്ഞുങ്ങൾക്കും അത് സേഫ് ആണ്, അവർ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, അവർ എന്റർടൈൻഡ് ആയിരിക്കും, അവൾ ബഹളമൊന്നും വെക്കില്ല. ആൻഡ് പാരന്റ്സ് ആർ കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷെ അവർ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്ത് അവർക്ക് മനസ്സിലാവും അത് അവരുടെ കുഞ്ഞുങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും അക്കാഡമിക് സക്സസിനെയും ഇവൻച്വൽ കരിയർ സക്സസിനെയും എത്ര മോശമായി എഫക്ട് ചെയ്യുന്നു എന്ന്. വളരുന്ന കുഞ്ഞുങ്ങളിൽ അവരുടെ ബ്രെയിനിന്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് കളിമണ്ണ് പോലെയാണ്, എക്സ്ട്രീംലി മാലിയബിൾ ആണ്. 25 വയസ്സാവുന്നത് വരെ ഹ്യൂമൻസിന്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വളരെ മാലിയബിൾ ആണ്. 25 വയസ്സിന് ശേഷവും മാലിയബിൾ ആണ്. പക്ഷെ ഫസ്റ്റ് 25 ഇയേഴ്സ് ആൻഡ് റിലേറ്റീവ്ലി അറ്റ് ദ ഏർലിയർ ഏജസ് അത് ഭയങ്കര മാലിയബിൾ ആണ്, അതിന് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ പ്രായത്തിലാണ് കുട്ടികൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, റെസിസ്റ്റൻസ്, ടെംപ്റ്റേഷൻ, സെൽഫ് കൺട്രോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. ആൻഡ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഈ ഫാക്ടേഴ്സിനെയും അവരുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെയും സിവിയർലി ഡാമേജ് ചെയ്യും. ആൻഡ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം, ബട്ട് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് റെസിസ്റ്റൻറ്റ് ടെംപ്റ്റേഷൻ ആൻഡ് സെൽഫ് കൺട്രോൾ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു വൺസ് ഇമോഷണൽ ആൻഡ് മെന്റൽ വെൽബീങ്. സോ പ്ലീസ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്മാർട്ട് ഫോൺസും സോഷ്യൽ മീഡിയയും കൊടുക്കാതിരിക്കുക. ആസ് ജോണത്തൻ ഹൈറ്റ് പുട്സ് ഇറ്റ് ഇൻ ദി ആങ്ഷ്യസ് ജനറേഷൻ, 16 വയസ്സാവുന്നത് വരെ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് സോഷ്യൽ മീഡിയ കൊടുക്കരുത്. ആൻഡ് കഴിയുന്നിടത്തോളം സ്മാർട്ട് ഫോൺസും കൊടുക്കരുത്. ഞാനിത് പറയാൻ കാരണം അഗൈൻ ഇസ് ബിക്കോസ് ഈ എൻറ്റയർ വീഡിയോ അഡൾട്ട്സിനെ പറ്റിയായിരുന്നു. അഡൾട്ട്സ് എങ്ങനെയാണ് കരിയർ സക്സസ് അച്ചീവ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു. ആൻഡ് അഡൾട്ട്സിന് കരിയർ സക്സസ് അച്ചീവ് ചെയ്യുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ്. നമ്മൾ മനസ്സിലാക്കി കുറച്ച് ലക്ക് വേണം, ഒരു ബേസിക് ഇന്റലിജൻസ് വേണം, അവർക്ക് ക്രിയേറ്റിവിറ്റി വേണം, കരിസ്മ വേണം, അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. ദർ ആർ സോ മെനി ഫാക്ടേഴ്സ് ദാറ്റ് കം ഇൻ ടു പ്ലേ. പക്ഷെ കുഞ്ഞുങ്ങളിൽ അങ്ങനെയല്ല. കുഞ്ഞുങ്ങളിൽ നേരത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവരിൽ കരിയർ സക്സസ് അച്ചീവ് ചെയ്യിപ്പിക്കാൻ വളരെ സിമ്പിളാണ്. 2 സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. വെറും 2 കാര്യങ്ങൾ നമ്മൾ ഓർത്താൽ മതി. 1. The single largest predictor of your child's academic and eventual career success is whether or not you read to them in their childhood and whether or not they pick up reading as a habit. Number 2. The single most detrimental factor to your child's mental health, academic success and eventual career success is handing them a smartphone and social media at a young age. So go home, go to your child, take the phone from their hands and replace it with a book. I know it sounds cliche, but it is what it is. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റേസ് ചെയ്യുന്ന നാളത്തെ ജനറേഷൻ വിൽ ബി എ ജനറേഷൻ ഹു ഇസ് ആക്ച്വലി ഗുഡ് അറ്റ് ദർ ജോബ്സ്. വിൽ ഹാവ് ഡോക്ടേഴ്സ് ഹു ആർ ഗുഡ് അറ്റ് ഹീലിംഗ്, വിൽ ഹാവ് തെറപ്പിസ്റ്റ് ഹു ആർ ഗുഡ് അറ്റ് കൗൺസിലിംഗ്, വിൽ ഹാവ് ടീച്ചേഴ്സ് ഹു ടീച്ച് ബെറ്റർ, വിൽ ഹാവ് റൈറ്റേഴ്സ് ഹു ടെൽ ബെറ്റർ സ്റ്റോറീസ്, വിൽ ഹാവ് ആർക്കിടെക്ട്സ് ഹു ഡിസൈൻ ബെറ്റർ, വിൽ ഹാവ് സയന്റിസ്റ്റ് ഹു റൈറ്റ് ബെറ്റർ പേപ്പേഴ്സ്, വിൽ ഹാവ് പൊളിറ്റീഷ്യൻസ് ഹു റൂൾ ബെറ്റർ. ഒരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു കോംപ്ലക്സ് പ്രോബ്ലമാണ്, ഐ നോ. പക്ഷെ ഒരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യം സ്വന്തം തൊഴിൽ നന്നായി ചെയ്യാൻ അറിയാവുന്ന ഒരു തലമുറയാണ്. അല്ല, അങ്ങനൊരു തലമുറയെ നമ്മൾ എങ്ങനെയാണ് വാർത്തെടുക്കുന്നത്? വേർ ഡു വി സ്റ്റാർട്ട്? വി സ്റ്റാർട്ട് ബൈ ഗിവിംഗ് ദം എ ബുക്ക് ടു റീഡ്. മേക്ക് ദം റീഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.